രാവിലെ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരുടെ സംഭാഷണം കേൾക്കാനിടയായി. ഒന്ന്, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാനിടയായി. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വന്ന് ജനിച്ചു മരിച്ച യേശുക്രിസ്തു കാണിച്ചു തന്ന അനുഭവങ്ങൾ രക്ഷ നന്നായി പ്രസംഗിക്കുന്നതായിട്ട് കേട്ടു. മറ്റൊരാൾ രാഹുൽ ഈസർ എന്ന് പറയുന്ന അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളെടുത്ത് സംസാരിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ അധികം പേര് കേൾക്കാനിടയായി. ആ സമയത്ത് കേരളത്തിൽ വളരെ പ്രാധാന്യമായി അറിയപ്പെട്ടൊരു വ്യക്തി എന്നോട് ഫോൺ ചെയ്തു. ഞാൻ ആ പ്രസംഗം കേട്ടു, പക്ഷെ ഒരു ഡൗട്ടുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു നിലത്തെഴുതിക്കൊണ്ടിരുന്നല്ലോ, അതെന്തായിരുന്നാണ് ചോദിച്ചത്. യേശു നിലത്തെഴുതിയിട്ടാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അത് ഇതുവരെ കേട്ടിട്ടില്ല, എന്തായിരിക്കാം? ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള മറുപടി ഉണ്ട്. മറ്റു പലരുടെയും സംശയങ്ങളൊന്നാണ് യേശു എന്താണ് എഴുതിയത്. നമുക്ക് ആദ്യം തന്നെ ആ വേദഭാവം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, പാപിനിയായൊരു സ്ത്രീയെ പരീശന്മാരും പുരോഹിതന്മാരും ചിലരുമെല്ലാം അവനെ പിടിച്ചുകൊണ്ട് ലേവ്യരും കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായിക്കാം. അവൻ ഇരുന്ന് അവരെ യോഹന്നാൻ 8-ന്റെ അവനിരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവിടെ 6-ാം വാക്യത്തിൽ യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നതാണ്. താട്ട് വാക്യം. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങൾ പാപമില്ലാത്തവന് അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. പല പ്രാസംഗികന്മാരും അതിനെ വ്യാഖ്യാനിച്ചും കേട്ടിട്ടുണ്ട്. അവിടെ കൂടി വന്നവരുടെ എല്ലാ പാപങ്ങളും യേശു എഴുതി വെച്ചെന്നാണ്. അതെഴുതാനും ഒക്കത്തില്ല, അതിനുള്ള സമയമില്ല, അതല്ല വിഷയം. ഇവിടെ നമ്മൾ കാണുമ്പോൾ 2 വ്യക്തികളെ എടുത്ത് പറയുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ കാണുമ്പോൾ മോശ, ന്യായപ്രമാണത്തിൽ മോശ എഴുതിയിരിക്കുന്നതാണ്. ആ വാക്യം ഒന്ന് വായിച്ച്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ വക്താവാണ് മോസസ്. മോശ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരികളായ ഇസ്രായേൽ ജനത്തിൽ, ഇസ്രായേൽ സ്ത്രീകളിൽ വ്യഭിചാരികളായി തീർന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അന്നത്തെ ആ കാലഘട്ടം നമുക്കറിയാമല്ലോ. പാപത്തിൻ്റെ കാഠിന്യത്തിനേറ്റ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള കാലഘട്ടങ്ങളാണ്. മനുഷ്യന് റെക്ടിഫിക്കേഷൻ ഇല്ലാത്ത കാലത്തിൽ അതിനേറ്റ ശിക്ഷയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അടുത്ത ട്രീറ്റ്മെൻറ്റും അങ്ങനല്ലേ. പാമ്പ് കടിച്ചാൽ മറ്റു ചില വിഷയങ്ങളുണ്ടായെങ്കിലും എന്ത് ചെയ്യും? ഇരുമ്പ് പഴിപ്പിച്ച് അവിടോട്ട് കുത്തി ഇറക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ളതായ കാഠിന്യമേറിയ ചികിത്സാ രീതികളും ശിക്ഷകളും ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. കാരണം അന്നത്തെ മനുഷ്യൻ്റെ കാഠിന്യ ഹൃദയം അതുപോലുള്ളതായിരുന്നു. എന്നാൽ പിന്നോട്ട് വായിക്കുമ്പോൾ ന്യായപ്രമാണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. ഒന്നിൻ്റെ കൃപയും സത്യവും യേശുക്രിസ്തു മൂലമായി ലഭിച്ചെന്ന് കാണാൻ കഴിയുന്നുണ്ട്. 17-ാം വാക്യം വായിക്കും. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം. ന്യായപ്രമാണത്തിൽ നമുക്കറിയാം, ഇസ്രായേലിൽ യഹൂദന്മാർ വളരെ പ്രശംസിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഷയമാണ്, മറ്റൊരു ജാതിക്കും കൊടുക്കാത്തതായ വലിയ പ്രമാണം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണെന്ന്. പക്ഷേ ആ പ്രമാണത്തെ നമ്മൾ പരിശോധിച്ചാൽ നേഴ്സറി സ്കൂളിലെ കുട്ടികൾ കൊടുത്ത പ്രമാണമാണത്. അതായത് അജ്ഞരായ മനുഷ്യർ, അറിവില്ലാത്ത മനുഷ്യർ കൊടുക്കുന്ന പ്രമാണമാണ് ഈ 10 കൽപ്പന എന്ന് പറയുന്നത്. എന്താ കാരണം?
അതിലെല്ലാം ചെയ്യരുത് 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 ചെയ്യരുത്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യ അല്ലെങ്കിൽ അന്യൻ്റെ മോഷ്ടിക്കരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ എല്ലാം അരുത്, നോ. നമുക്കറിയാം, കൊച്ചുകുട്ടികളെപ്പോഴും വീടുകളിൽ അമ്മമാർ ഉപയോഗിക്കുന്ന വാക്കാണ് നോ 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 നോ. ഒരിടത്തിനും അവർ വിടാത്ത, കാരണം അവർക്കറിയില്ല. തീരെ എടുത്തിട്ട് ചെല്ലുമ്പം നോ, അല്ലെങ്കിൽ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നോ, എല്ലാം നോ പറയുന്നതാണ്. പണ്ട് നഴ്സറി സ്കൂളിൽ വെച്ച് ഒരു ടീച്ചർ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാതാന്ന് ചോദിച്ചു. നിങ്ങളുടെ അമ്മ. ഒരു കുട്ടി പറഞ്ഞു നോ. അപ്പോൾ അതുകൊണ്ടാണ് ന്യായപ്രമാണം ശിശുപാലകന്മാർ, അതായത് നഴ്സറിയിൽ നടത്തുന്ന ഒരു കാര്യങ്ങളാണ് ന്യായപ്രമാണം. അപ്പോൾ അത് പൂർണ്ണതയല്ല. എന്നാൽ യേശു ക്രിസ്തു വന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിൽ വന്നതാണ്. അപ്പോൾ കൃപയുടെ വക്താവാണ് യേശു. കൃപയെന്ന് പറഞ്ഞാൽ സൗജന്യമാണ്. അതിന് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് കൃപയെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ യോഗ്യത കൊണ്ടല്ല, അവൻ്റെ അയോഗ്യതയിൽ അവനെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണ് കൃപയെന്ന് പറയുന്നത്, ഏറ്റ സമയത്തിൽ. അപ്പോൾ യേശു കൃപയുടെ പ്രമാണം, ഇവൻ മോശ ന്യായപ്രമാണം. അപ്പോൾ യേശു എഴുതിയത് വ്യക്തമായിട്ട് ഇത് തന്നെയാണ്. കാരണം പരിശുദ്ധാത്മാവ് തനിക്ക് പ്രിയമുള്ളവർക്ക് ചിലതെല്ലാം വ്യാഖ്യാനിക്കാൻ കൊടുക്കുമല്ലോ. ആ കൂട്ടത്തിൽ കിട്ടിയൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവോട് എഴുതിയത് ന്യായപ്രമാണം എന്നൊരു ഹെഡിങ് എഴുതി, ഇപ്പുറത്തോട്ട് കൃപയും പ്രമാണം എന്നൊരു ഹെഡിങ് എഴുതി. വളരെ സിമ്പിളായിട്ട് ന്യായപ്രമാണം, കൃപയും പ്രമാണം. ന്യായപ്രമാണത്തിൽ മോശ പറയുന്നത് കൊല ചെയ്യരുത്, കൊല ചെയ്താൽ പാപം. വ്യഭിചാരം ചെയ്യരുത്, അതും പാപം. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം അതിനേക്കാൾ ഭയങ്കരമാണ്. യഥാ യേശു പറയുന്നത്, ഒരു മനുഷ്യൻ കൊല ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൻ കോപിച്ചാൽ കൊലപാതകനായി മാറുകയാണ്. അപ്പോൾ കൊലപാതകത്തിൻ്റെ അപ്പനല്ലേ കോപം. അപ്പോൾ അത് കുറെ കൂടെ കാഠിന്യമാണ്, നിയമം കുറെ കൂടെ കർശനമാണ്. നമുക്കറിയുന്നത് കേരളത്തിലെ റോഡും മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല കാര്യങ്ങൾക്കും ഇവിടെ നിയമങ്ങൾ വളരെ അയഞ്ഞു പോയി കിടക്കുന്നൊരു അവസ്ഥയാണ്. ശിക്ഷ കൂടുതലും, നിയമം കുറച്ച്. പക്ഷേ വിദേശങ്ങൾ നമ്മൾ നോക്കിയാൽ നിയമം കർശനമാണ്, പക്ഷേ അത് പാലിക്കാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. കാരണം അതുകൊണ്ട് ഗുണമുണ്ട്. അപ്പോൾ ഇവിടെ ന്യായപ്രമാണത്തിൽ കൊല ചെയ്യരുത്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യരുത്. യേശു തൻ്റെ ഗിരിപ്രമാണത്തിൽ പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു, കോപിക്കുന്നവനൊക്കെയും കൊലപാതകൻ. അപ്പോൾ പിന്നെ എല്ലാവരും നോക്കുക, നീ വ്യഭിചാരം ചെയ്യണ്ട, വ്യഭിചാരത്തിൻ്റെ ആത്മാവ് ചിന്ത നിന്നിലുണ്ടെങ്കിൽ നീ വ്യഭിചാരിയാണ്. കാരണം മനസ്സല്ലേ ഏറ്റവും വലിയ ടോപ്പ്. മനസ്സ് അശുദ്ധമായാൽ അത് ശരീരത്തിലും വ്യാപിച്ചു കഴിയും. ഇന്നല്ല നാളെ നീ അത് ചെയ്തിരിക്കും. ഇന്നൊരു പക്ഷേ അവസരങ്ങൾ, നിൻ്റെ പൊസിഷൻ, നിൻ്റെ സംഘടന, സമുദായം, ശിക്ഷ, ഇതെല്ലാം പേടിച്ചിട്ടാണ് പലരും പലതും ചെയ്യാത്തത്. അല്ല ഇപ്പോൾ തീർത്തേനെന്ന് പറയത്തില്ലേ. അപ്പോൾ ഈ പാപം അവരുടെ ഹൃദയത്തിലുണ്ട്. അതാണ് കോപം കൊലപാതകത്തിന് തുല്യമായി തന്നെയാണ്. കൊലപാതകത്തേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതലാണെന്ന് പറയാം. വ്യഭിചാരം ചെയ്യേണ്ട സ്ത്രീയോ സ്ത്രീ പുരുഷനെയോ തെറ്റായ രീതിയിൽ ചിന്തിച്ചാൽ മതി, നിന്നിൽ പാപം വന്നു. മറ്റത് വേറൊരാൾക്കൂടെ എഫക്റ്റ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ചിന്തയിൽ നിന്നാണ് പാപം പ്രവേശിക്കുന്നത്. റോമാലേഖനത്തിൽ വായിക്കുന്നില്ല, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ യേശു എഴുതിയത് മോശയുടെ പ്രമാണം ആദ്യം എഴുതി. കാരണം വന്നിരിക്കുന്ന ആരാ? പ്രമാണങ്ങൾ നന്നായിട്ട് പഠിച്ച പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അതിനകത്തുണ്ട്. അവരൊരു പക്ഷേ വ്യഭിചാരപാപം ചെയ്യുന്നവരായിരിക്കില്ല, കാരണം അവർക്ക് കല്ലെറിയണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണ്ടായോ. ആ യോഗ്യതയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? കടിച്ചു പിടിച്ച് പാപം ചെയ്യാതെ മറ്റുള്ളവരെ ശിക്ഷിക്കാൻ വേണ്ടി പൊസിഷൻ കാത്തു സൂക്ഷിക്കുന്നവരാണ്. പല സ്ഥാനത്തിരിക്കുന്നവർ അങ്ങനല്ലേ, ആ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചിലതെല്ലാം കടിച്ചു പിടിച്ച് മുമ്പോട്ട് പോകുന്നു. അനുവദിക്കാമെങ്കിൽ എല്ലാവരും കണക്ക് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിലർ ചില പ്രമാണങ്ങളുടെയും ചില സംഘടനകളുടെയും ചില പൊസിഷൻ കാക്കുന്നതിന് വേണ്ടി ചിലതെല്ലാം ഇങ്ങനെ കടിച്ച് മസിൽ പിടിച്ചു വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അകത്ത് അത് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ സ്ത്രീയോട് സ്നേഹമുണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ അവർ കല്ലെറിയുന്നോണ്ടിരിക്കുമോ? ഇല്ല, ഇങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കും. അപ്പോൾ അതാണ് എഴുതിയത്. ഇത്രയേ ഉള്ളൂ. ഒരു ഹെഡിങ് ന്യായപ്രമാണം, കൊല ചെയ്യരുത്. മറ്റൊരു കൃപയിൻ പ്രമാണത്തിൽ യേശു പറഞ്ഞു, കോപിക്കുന്നവൻ കൊലപാതകൻ. അപ്പോൾ ഇവന്മാർ വന്നിരിക്കുന്നതെല്ലാം കോപിച്ചുകൊണ്ട് വന്നിരിക്കുകയല്ലേ. അവർക്കത് ഗ്രഹിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു, കാരണം പ്രമാണം പഠിച്ചവരാണ്. യേശുവിൻ്റെ പ്രമാണം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളും പാപികളാണെന്ന് അവർക്ക് ബോധ്യം വന്നു. ആ സ്ത്രീ പ്രത്യക്ഷമായിട്ട് വ്യഭിചാരം ചെയ്തു, അല്ലെങ്കിൽ അതിനോട് പങ്ക് കൂടിയവരും. പക്ഷെ ഇവരോ അകത്ത് ഈ വ്യഭിചാരത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നവരാണ്.
പക്ഷേ അവസരം കിട്ടാത്തതും മനുഷ്യഭയം കൊണ്ടും തങ്ങളുടെ പൊസിഷൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചിലരിങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വന്നപ്പോൾ എവരും പാപി, സ്ത്രീയും പാപി. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഇവർ സ്നേഹിക്കാതിരുന്നത്. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പേ ഈ പ്രമാണം പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ എന്ത് ചെയ്തു? ഞങ്ങളിത് ഈ പ്രമാണം അനുഷ്ഠിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മനുഷ്യ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല, മറ്റുള്ളവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ന്യായം വിധിക്കാൻ വേണ്ടിയും തങ്ങളുടെ പോസ്റ്റിനെ സൂക്ഷിക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുരോഹിതന്മാരെന്ന് മാത്രമല്ല സകല പ്രമാണിമാരും പാപികളാണെന്നുള്ള ബോധ്യം വന്നു. ആ ബോധ്യത്താനുള്ള കുറ്റം വന്നതുകൊണ്ടാണ് കല്ല് ഓരോരുത്തർ എങ്ങനെ ഇട്ടത്? മുതിർന്നവർ മുതൽന്നാണ്. അതിൽ മുതിർന്നവരാദ്യം മനസ്സിലായവർ തൊട്ടിങ്ങോട്ട് താഴെ മനസ്സിലാകാത്തൊരു അവസാനം കല്ലിട്ടിട്ട് പോയി. ഇത്രയും എഴുതിയിട്ടുള്ളത്. ഒന്ന് ന്യായപ്രമാണം, ഒന്ന് കൃപയിൻ പ്രമാണം. മോശയുടെ പ്രമാണം പറയുന്നത് കൊല ചെയ്യുന്നത്, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം. ഞാനോ നിങ്ങൾ പറയുന്നത് കോപിക്കുന്നവരെല്ലാം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വന്നപ്പോൾ ഇവരെല്ലാം പാപികളായി. നമ്മുടെ സഭകളിലൊക്കെ ഇല്ലേ ചില സമയങ്ങളിൽ ചില വേലക്കാരും വിശ്വാസികളൊക്കെ വലിയ വിശുദ്ധന്മാരും പുണ്യാളന്മാരും മറ്റുള്ളവരെ ന്യായം വിധിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നവരുണ്ടല്ലേ. ഇപ്പോൾ തിരുവത്താഴം നടക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ അവൻ തിരുവത്താഴത്തോ ഞാൻ എടുക്കത്തില്ല. കാരണം എന്താ? അവൻ കഴിഞ്ഞ ആഴ്ച ബീഡി വലിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുറ്റം കണ്ടു, ഞാൻ അവനേക്കാൾ വിശുദ്ധനാണ്, അല്ലെങ്കിൽ ഞാൻ 3 ദിവസം കൃത്യമായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നവനാണ് ശുദ്ധീകരണത്തിന്. നീ ശുദ്ധീകരണത്തിന് വന്നാലും നിൻ്റെ മനസ്സ് ശുദ്ധമായാലും എന്താ ഗുണം? അവനൊരു പക്ഷേ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയും കർത്താവ് എൻ്റെ പാപം ക്ഷമിക്കണം എന്ന് ശുദ്ധീകരിച്ചുകൊണ്ടായിരിക്കും അവൻ തിരുവത്താഴത്തിന് വരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഡ്യൂട്ടിയല്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അവനവൻ്റെ മനസ്സാക്ഷിക്കൊത്തോളം പോവുക. ഇപ്പോൾ ക്രിസ്തു ഈ ഉപദേശം പറഞ്ഞപ്പോൾ എല്ലാം തുല്യനായി. അതാണ് സഭയിലൊക്കെ ഉണ്ടാകുന്നത്, സഭാ സംഘടന രാഷ്ട്രീയത്തിൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ആരെയും വിധിക്കരുത്, നാം വിധിക്കപ്പെടാതിരിക്കാൻ നാം മറ്റുള്ളവരെ വിധിക്കാൻ പോകരുത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ സഭകളിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ചില വിശ്വാസികൾ, ചില ശുശ്രൂഷകർ വലിയ പുള്ളികളായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ അവർ അകത്തിരിക്കുന്നതും, അല്ലെങ്കിൽ അവരുടെ അകത്തിരിക്കുന്ന പാപത്തിൻ്റെ ശക്തി ഭയങ്കരമായിരിക്കും. കോപം, പ്രതികാരം, പക, ജഡിക സ്വഭാവങ്ങൾ. പക്ഷേ സമൂഹത്തെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അധികാരികളെ ഭയപ്പെടുന്നു, പോസ്റ്റിനെ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവസന്നിധി ചെല്ലുമ്പോൾ അന്തരംഗങ്ങളെ മനസ്സിലാക്കുന്നവനായ ദൈവം, ഉൾപ്പുകളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന് മുമ്പാകെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്വയം അല്ലെങ്കിൽ അവർ തെറ്റുകാരെന്നൊരു ബോധ്യം വരുന്നു. പക്ഷെ ബോധ്യം വന്നിട്ട് കാര്യമില്ല. ഇവരെന്താ ചെയ്തേ? ബോധ്യം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി യേശുവിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കാരണം ഞങ്ങളും പാപികളാണെന്നൊരു ബോധ്യം വന്നു. പക്ഷേ അവരുടെ പാരമ്പര്യം, പഴക്കം, അവരുടെ പോസ്റ്റ് കളയാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? സ്വയം കുറ്റം ഏറ്റെടുക്കാതെ, സമ്മതിക്കാതെ അതേ പാപത്തിൽ തന്നെ അവർ തുടർന്നു പോവുകയാണ്. നോക്കണം, അവർ വീണ്ടും അതേ പാപത്തിൽ തന്നെ തുറന്നു പോകും. ഇനി യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് ആരും അവർ വരുത്തില്ല. അല്ലാത്തത് പോയി അവർ പ്രമാണം പറയും, അല്ലാത്തൊരു നിയമം പറയും. എന്നാൽ ആ സ്ത്രീക്ക് വേറെ വഴിയില്ല. സ്ത്രീക്ക് പ്രമാണം പറയാൻ ഇല്ല. അവൾ പാപിയാണെന്നൊരു ബോധ്യം തനിക്ക് വന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞെന്താ വായിച്ചേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല സ്ത്രീയെ. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, അവർ എവിടെ? ആരും. കാരണം ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരുണ്ടല്ലേ, ഒരു പാർട്ടിക്കാർ പാപം ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീ വിഷയമായിട്ട് എത്ര എണ്ണം പിടിക്കപ്പെട്ടാലും അവർ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തവൻ വരുമ്പോൾ അവരെ രാജിവെക്കണം, തകർക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നേതാക്കന്മാർ രാജ്യഭരണത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ രാജ്യം അങ്ങനെ നന്നാകാനാണ്. ഒന്നുകിൽ പ്രമാണത്തിൽ ശക്തമായിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കൃപയുടെ പ്രമാണത്തിലായിരിക്കണം. അതാ രാഹുലീശ്വരൻ പറഞ്ഞതാണ്. എന്താ നമുക്കിനി ആവശ്യം? യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. യേശുക്രിസ്തുവാണ് നമുക്ക് ആവശ്യം, ബൈബിളാണ് നമുക്ക് ആവശ്യം, തിരുവചനമാണ് ആവശ്യമെന്ന് ഹൈന്ദവ സഹോദരൻ പ്രഖ്യാപിക്കുകയുണ്ടായി. മമതാ ബാനർജി ബംഗ്ലാദേശിൽ സകല ജനത്തോടും പറഞ്ഞു, രക്ഷകനായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊള്ളുക, യേശുക്രിസ്തുവാണ് മാതൃക, അവനാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനും. ഇത് എത്ര കാലമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നേതാക്കന്മാർ സമ്മതിക്കുമോ? എന്താ കാരണം? അവരുടെ ലാഭം പോയി പോകും. അപ്പോൾ അവരുടെ ലാഭത്തിന് വേണ്ടിയാണ് ഈ ജനസേവനം എന്ന് പറഞ്ഞ് നടക്കുന്ന നല്ല ശതമാനവും. അവരുടെ കസേരയും അവരുടെ സുഖജീവിതവും അവരുടെ സന്തോഷവും അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല മതങ്ങളിലും ഉണ്ട്.
പെന്തിക്കോസുകളിലുണ്ട്. തങ്ങളുടെ ലാഭത്തിന് വേണ്ടി, ആ ലാഭക്കച്ചവടത്തിന് വേണ്ടി ഒരു മാഫിയ ഗ്രൂപ്പിനെ പോലും പെന്തിക്കോസ് സഭ ഉൾപ്പെടെ പല സഭകളിലും മനുഷ്യനുണ്ടാക്കാൻ ശ്രമിക്കും, ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ എന്ത് തോന്നിവാസം ചെയ്താലും അതൊന്നും തെറ്റല്ല. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു എതിർ ഗ്രൂപ്പുള്ളവർ വഴിയെ പോയാൽ മതി, അവനെ എങ്ങനെയെങ്കിലും ക്രൂശിക്കാം. ഇതാണ് ഇന്ന് സമൂഹം. ഇതല്ലേ ഇന്നത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കും. നല്ല കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? മോശമായത് എവിടെയെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനെ കയറി പിടിച്ചുകൊണ്ട് മൊത്തം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കും. ഈ മൈക്കും കൊണ്ട് പിടിച്ചു നടക്കുന്നവരും ഇത് വിധിക്കാൻ നടക്കുന്നവനല്ല ഇത് തന്നെയല്ലേ. എല്ലാവരുടെയും അകത്തിരിക്കുന്നുണ്ട്. അവസരം കിട്ടിയാൽ പാപം വെളിയിൽ വരും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്ത്രീയെ അവർ നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? വായിക്കാം. നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഇല്ല കർത്താവേ. കാരണം ശരിയല്ലേ, എന്തുകൊണ്ട് വിധിച്ചില്ല? ഉള്ള സ്നേഹം കൊണ്ടാണ്. യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊന്നേനെ. കാരണം ഞങ്ങളുടെ പ്രമാണം പറയുന്നതാണ് അവൻ്റെ തല വെട്ടണം. ചിന്തിച്ചു നോക്കി, ഒരു ദൈവം, കരുണാസമ്പന്നനായ ദൈവം എന്ന് പറയുന്നൊരു അനുഭവം നമുക്ക് മാതൃക ക്രിസ്തു കാണിച്ചെന്നിരിക്കെ, ഇത് വെളിപ്പെട്ടതിന് ശേഷം ഇനി അതിന് മേളിൽ ഏതെങ്കിലും ദൈവം വന്നിട്ട് മനുഷ്യന് തലവെട്ടണം അല്ലെങ്കിൽ ശത്രുവിനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു സുവിശേഷമാണ്. ആ സുവിശേഷത്തിന് എന്ത് വിലയുണ്ട്? അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരൻ പറഞ്ഞു, ഇനിമേൽ നമുക്ക് യേശു ക്രിസ്തു മതി, യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം മതി. അതും രാഹുൽ ഈശ്വരൻ മാത്രമല്ല, വേദപുസ്തകം പറയുന്നു എല്ലാ മുഴങ്കാലും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന കാലം വരും. പെന്തിക്കോസ് ചില പുള്ളികളും ചില തലമുറയും ഈ യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകരം നോക്കണം, അനേകരിത് ഏറ്റുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താ? പെന്തിക്കോസിലെ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളെ ശരിയായിട്ട് ക്രിസ്തുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തില്ല. അവർ പലരും വെള്ളയിടുന്നുണ്ട്, മീശ പഠിക്കുന്നുണ്ട്, പക്ഷേ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ പാരമ്പര്യവും പഴക്കങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളാണ്. അതുകൊണ്ടാണ് സന്തതികൾ നശിച്ചു പോകുന്നത്. എന്നാൽ മാതാപിതാക്കന്മാരിൽ കൂടി ആ ക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സഭകളിൽ കൂടെ, ശുശ്രൂഷയിൽ കൂടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു കാലത്തും പോയാലും തിരിച്ചു വരും. അതാണ് എൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ട് ഈ യേശു ക്രിസ്തു എന്ന് പറയുന്ന സത്യം പഠിച്ചു നോക്കുക, വായിച്ചു നോക്കുക. അതാണ് ക്ഷമിക്കുന്നതിൻ്റെ സ്നേഹത്തിൻ്റെയും. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ തൻ്റെ അവസാനത്തുള്ള രക്തവും ഒരു പടയാളി കുത്തിയപ്പോൾ വെളിയിൽ വന്നു. മറ്റൊന്ന് രക്തം. വായിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു പടയാളി ഒരു കുന്തം കൊണ്ട് 19 അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും. 19-ാം അധ്യായം 34-ാം വാക്യം. എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കുത്തിയവന് എന്ത് കൊടുക്കുന്നു? കർത്താവായ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ, കുന്തം കൊണ്ട് കുത്തിയവൻ്റെ റിസൾട്ട് എന്താ? രക്തവും വെള്ളവും. എന്താണ് രക്തം? ക്ഷമയുടെയും വെള്ളം സ്നേഹത്തിൻ്റെയും. വെള്ളം പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന സ്നേഹം, രക്തം ക്ഷമയുടെയാണ്. അപ്പോൾ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സുവിശേഷമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അത് ഏത് ഗവൺമെൻറ് വന്നാലും ഏത് പാർട്ടിക്കാർ വന്നാലും ഇത് നിങ്ങൾ പ്രാപിക്കാത്തോളം കാലം നിങ്ങളുടെ സാമ്രാജ്യം അസ്തമിച്ചു പോകും. കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിൽ എത്രയോ സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാതെ പോയത് കൊണ്ടാണ് അതെല്ലാം അസ്തമിച്ചത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം, നെപ്പോളിയൻ ബോണപ്പാർട്ട് യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഓടി നടന്ന മനുഷ്യനാണ്. അവസാനം പരാജിതനായി താൻ തടങ്കിലായ സെൻറ്റ് ഹെലീന ദ്വീപിൽ ഒറ്റപ്പെട്ട് ബന്ധിതനായി കിടക്കുന്ന സമയത്തിൽ തന്നെ സന്ദർശിക്കാൻ വന്ന ചില പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ലോകം പിടിച്ചെടുക്കുവാൻ വാളും പരിചയും ഇല്ലെങ്കിൽ വെടിമരുന്നും കൊണ്ടൊക്കെ ഓടിയ കാലങ്ങൾ, പക്ഷേ എല്ലാം പരാജയപ്പെട്ടു. ഒരു പ്രജ പോലും ഇല്ലാത്ത ഒരു രാജാവായി ഞാനിപ്പോൾ അവശേഷിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ പറഞ്ഞു, അവൻ ഹീ ഹൂ ജീസസ് ക്രൈസ്റ്റ് ഒരായുധമേന്താതെ തൻ്റെ സത്യസുവിശേഷം കൊണ്ട് ഇപ്പോഴും ലോകത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ദിവസം എത്ര മനുഷ്യർ രക്ഷിക്കപ്പെടുന്നറിയാവും? ഓരോ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യരാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പറയുന്നുണ്ട്, ആയിരക്കണക്കിന്. ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞെന്താ,
1.5%, 2% എന്ന് പറയുന്നത് പഴയ കണക്കാണ്. ഇപ്പോൾ കണക്കില്ലാത്ത വിധത്തിൽ പെരുകുകയാണ് ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ ഗാമികൾ. കാരണം മനുഷ്യൻ സത്യം മനസ്സിലായി തുടങ്ങി, അധികാരികൾക്ക് സത്യം മനസ്സിലായി തുടങ്ങി. പക്ഷെ ഒരു കൂട്ടർ മനസ്സിലാകാൻ ഇനിയും വൈകും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാരാംശം മതങ്ങളെ ഉണ്ടാക്കുകയല്ല, സംഘടനകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, വ്യക്തി ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരു കസ്റ്റംസ് ഓഫീസർ ഉണ്ടായിരുന്നു. മനുഷ്യൻ അന്യായമായിട്ട് ചുങ്കം പിരിച്ച് കാശുണ്ടാക്കി വലിയ ധനവാനായി തീർന്നപ്പോൾ സമാധാനം പോയി, സന്തോഷമില്ല. കാരണം ഈ പണം കൊണ്ട് വല്ല സമാധാനം ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കാനിടയായത്. അപ്പോൾ തനിക്കൊരു ആഗ്രഹം, യേശുവിനെ ഒന്ന് കാണണം. സക്കായി എന്നാണ് പേര്. യേശുവിനെ കാണുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവനെന്ത് ചെയ്തു? നീളക്കുറവാണ്, പലരും കുഴപ്പം അതാണ്, ഏതാ വളർച്ചയില്ല. 5 അടി 15 ഇഞ്ചിനല്ല, ആത്മാവിലും ജ്ഞാനത്തിലും വളർച്ചയില്ലാത്ത മനുഷ്യനാണ് പലരും. അപ്പം അങ്ങനെ വളർച്ചയില്ലാത്തതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നശിച്ചു പോകുന്ന പണത്തിനും പ്രതാപത്തിനും ലൗകികത്തിനും വേണ്ടി മനുഷ്യർ ഓടുകയാണ്. പക്ഷേ അവസാനം നിരാശരായി പോവുകയാണ്. ആ നിരാശരായി പോകുന്ന സമയത്ത് ചിലരെന്ത് ചെയ്യും? ജീവിതം നശിപ്പിച്ച് കളയും. അപ്പോഴാണ് സുവിശേഷം, അതിനാണ് സുവിശേഷത്തിൻ്റെ പ്രാധാന്യം. അല്ലാതെ മതത്തിൽ ചേർക്കുന്നതല്ല യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഈ സഹായിയെ പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാപിനിയായ സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നത്. ഇവർ പറയുമല്ലോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഫെമിനിസ്റ്റ് സംഘടനകളും നവീകരണ കർത്താക്കന്മാരും എല്ലാം വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം വന്നത്. ആണോ? യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ സ്ത്രീക്ക് പുരുഷൻ തുല്യതയാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണും പെണ്ണുമൊന്നില്ല, ദാസൻ സോദരനെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അതുകൊണ്ടല്ലേ ഈ പാപിനിയായ സ്ത്രീക്ക് നോക്കണം, ഒരു വലിയ സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ട മാൻകുഞ്ഞിനെ പോലെ കർത്താവളെ പിടിവിച്ചെടുത്തത്. അപ്പോൾ ഫെമിനിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീപക്ഷപാതികൾ ഓർത്തോണം, നിങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് രംഗത്ത് വന്ന യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ദൈവപുത്രൻ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തത് തൻ്റെ എല്ലാത്തിനും, തൻ്റെ ശുശ്രൂഷയിൽ അവരെ പങ്കാളികളാക്കി. ആരംഭ സഭകളിൽ തന്നെ സഭയുടെ ചാർജിൽ അവരെ കൊണ്ടുവന്നു. നോക്കണം, സഭയിൽ ചാർജിൽ. പക്ഷേ സൂക്ഷിച്ച് വേണം. ഈ സ്ത്രീകളുടെ കുറ്റമല്ല, പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് ഒരു സ്റ്റെപ്പ് വളർന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു ബാലൻസിങ് ഇല്ലെങ്കിൽ പിന്നെ പിടികിട്ടാകും. പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ടോളറൻസ് ആവശ്യമാണ്. അതില്ലാതെ പോയാൽ വലിയ അപകടമാകും. പെട്ടെന്ന് ഇവർ ഈ ഒരു വിധത്തിൽ പറഞ്ഞാൽ പാവങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ഇമോഷണബിൾ ഇതിലേക്ക് വളർന്നു പോകും. അതവിടെ ഒരു നേച്ചറാണ്. ആണുങ്ങൾക്ക് അത്ര ഇമോഷണബിൾ ഇല്ല. ആ ഇമോഷൻ വന്നു കഴിഞ്ഞാൽ കൺട്രോളിങ് ഇല്ലെങ്കിൽ ആ സ്ത്രീകൾ വലിയ അപകടകാരികളായി മാറും, ഭയങ്കര അപകടകാരികളായി. അപ്പോൾ അതും സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇതങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരുദ്ധമായിട്ട് തോന്നിയാലും സത്യമായ കാര്യമാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ സ്ത്രീകൾക്കെല്ലാം ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തത്, സ്ത്രീകൾക്കല്ല എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെയാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബൈബിളോ ഖുറാനോ ഭഗവത്ഗീതയോ രാമായണോ എല്ലാം നിരത്തി വയ്ക്കുക. എന്നിട്ട് അറിവുള്ള മനുഷ്യരൊന്ന് പഠിച്ചു നോക്കേ, ഇതിലേതെല്ലാം മനുഷ്യ പ്രയോജനമുള്ളതായിത്തീരും, അതെടുത്തോ, ബാക്കിയെല്ലാം കളഞ്ഞേര്. അല്ല ചുമ്മാ കിടന്ന് മതങ്ങൾക്കും സംഘടനയ്ക്കും വേണ്ടി ജീവിതം കളഞ്ഞ് ഈ ആയുസ് നഷ്ടപ്പെടുത്താതെ ആരെ നമുക്ക് പിൻപറ്റിയാൽ സമാധാനമായി ജീവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാരാംശം ഒരു ക്രിസ്തുമതം ഉണ്ടാക്കിയല്ല, പെന്തിക്കോസ് മതങ്ങൾ ഉണ്ടാക്കി വരികയല്ല, കുറേ പാർഷന്മാരെ വാഴിക്കാൻ വേണ്ടിയല്ല, അതിന് കുറേ പാർഷന്മാരെ വിദേശത്ത് അയച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല. ഇതിൻ്റെ സാരാംശം തൻ്റെ ചങ്കിൽ നിന്ന് പുറപ്പെട്ടതായ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാർഗം. ക്ഷമിക്കുക, സ്നേഹിക്കുക. ലിയോ ടോൾസ്റ്റോയുടെ ഒരു പുസ്തകം പണ്ടങ്ങാണ് ഞാൻ വായിച്ചെനിക്ക് ഓർമ്മയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനൊരു ട്രാക്ടറുടെ ഒരു കാലത്ത് തന്നെ അടിച്ചതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിയോ ടോൾസ്റ്റോയി എഴുതിയിരിക്കുന്ന ആ ഒരു കഥയുടെ സാരാംശം ഡോണ്ട് പ്ലേ വിത്ത് ഫയർ എന്നാണ്. തീ കൊണ്ട് കളിക്കരുത്. അപ്പോൾ തീ എന്ന് പറയുന്നത് കത്തിച്ച് കളയുന്നതാണ്. രാജ്യങ്ങളെ കത്തിക്കുന്നു, ഇനിഷ്യൽ അല്ലെങ്കിൽ ലോകപ്രകാരം കാട് കത്തിക്കുന്നു, മറ്റ് തീകൾ സമൂഹങ്ങളെ കത്തിക്കുന്നു, ജാതി സ്പർദ്ധ ഉണ്ടായ തീ ജാതി വംശങ്ങളെ കത്തിക്കുന്നു. ഇപ്പോൾ ഇതിനെല്ലാം ആധാരമാക്കിക്കൊണ്ട് ലിയോ ടോൾസ്റ്റോ എഴുതിയൊരു പുസ്തകമുണ്ട്, ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്, സംഭവകഥയാണ്. റഷ്യയിലെ
നടന്ന ഇവാനോ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അവനൊരു കൂട്ടുകാരനുണ്ട്. രണ്ടുപേരും വളരെ ആത്മാർത്ഥമായ കൂട്ടുകാരായിരുന്നു. ആ ആത്മാർത്ഥമായ ഒരു ആ കുടുംബത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് മറ്റു സ്ഥലത്തുനിന്ന് വ്യത്യസ്തമായ രണ്ട് സ്ത്രീകൾ ഈ രണ്ട് കുടുംബങ്ങളും വന്നു. അതാണ് ഈ ജനിച്ച് വളർന്ന ഒരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് വലിയ സത്യമാണ് കേട്ടോ. ഈ പുറമേ ഭയങ്കര ആർഭാടമാക്കി ബ്യൂട്ടി പാർലറിൽ കയറ്റി ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് വിട്ട് ആഭരണം വിട്ടുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അടിസ്ഥാനപരമായി കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാരുടെ ഭാഷ കെ.സി. വർഗീസ് പറയും, നല്ല വീട്ടിൽ ജനിക്കണം, നല്ല കുടുംബത്തിൽ ജനിക്കണം, നല്ല മാതാപിതാക്കന്മാർ, നല്ല അധ്യാപകർക്ക്, നല്ല സൊസൈറ്റിയിൽ. ഇതൊക്കെ ഒരു പരിധിവരെ ഉള്ളൂ കേട്ടോ. അങ്ങനെ വളർന്നതാണ് മുടിയനായ പുത്രൻ. എങ്കിലും അവൻ നഷ്ടപ്പെട്ടില്ല, കാരണം ബേസിക്കലി അവനുണ്ട്. അതാണ് ഈ പാരമ്പര്യം. അല്ലാതെ സിറിയായി ജനിച്ചുകൊണ്ടോ കർണാടകയിൽ ജനിച്ചുകൊണ്ടുള്ള കാര്യമല്ല. വീടുകളിൽ നല്ല മാതാപിതാക്കന്മാർ നല്ല ട്രെയിനിങ്ങിൽ അഭ്യസനത്തിൽ വളരുന്നവർ, ആ കുട്ടികൾ വഴിതെറ്റിപ്പോയാലും തിരിച്ചു വരാനൊരു ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അതാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് കുടുംബങ്ങളിൽ തന്നെ കൊടുക്കണം. കുഞ്ഞുങ്ങൾ ജനിച്ചു വളരും. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെന്തിക്കോസ്തുകാരൊക്കെ ജനിച്ചു വരുമ്പോഴേ പിള്ളേരെ വചനം പഠിപ്പിക്കും, നന്മ ചെയ്യാൻ പഠിപ്പിക്കും. ഇല്ല, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് ചില നന്മയൊക്കെ ചെയ്യിപ്പിക്കത്തില്ല. ഇതൊക്കെ ആ പെന്തിക്കോസ്തുകാരുടെ ഒരു വലിയ നന്മയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഇന്നും വളർന്നു വരുന്ന പെന്തിക്കോസ് പിള്ളേർ വളരെ പ്രാധാന്യമുള്ളത്, അവർ മര്യാദയുള്ളവരായിട്ട് പോകുന്നുണ്ട്. അനേക പെന്തിക്കോസ് നമ്മൾ കാണുന്നില്ല, അവർക്ക് മദ്യപാനം വേണ്ട. അങ്ങനെ വളർത്തപ്പെട്ട കുടുംബങ്ങളിൽ ലോകത്തിലെ ആർഭാടങ്ങളൊന്നുമില്ലാതെ സമാധാനമായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് ബേസിക്കലി അങ്ങനെ ഒരു ടീച്ചിങ് നമുക്ക് പെന്തിക്കോസ്റ്റിൽ കിട്ടിയതുകൊണ്ടാണ്. അവിടെ എല്ലാ ജാതിയും ഉണ്ടല്ലോ. എല്ലാ ജാതി മതസ്ഥരിൽ നിന്ന് വന്നവർ പെന്തിക്കോസ്റ്റിന് ശരിയായ അടിസ്ഥാനത്തിൽ വളർന്ന് പഴയ തലമുറ നോക്കിയേ. ഒരു വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത അമ്മമാരൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും അവരൊക്കെ ഇവിടെ വന്ന് യേശുവിനെ സ്വീകരിച്ച് ജാതിയും പോയി മതവും പോയി. അങ്ങനെ ഞാൻ കണ്ടതല്ല. ഞാൻ വേറെ സമുദായത്തിൽ വന്നുകൊണ്ട് എനിക്ക് കാര്യം പറയുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ ലിയോ ടോൾസ്റ്റോയുടെ ഈ കഥയിൽ സംഭവകഥയാണ്. ഈ രണ്ട് അന്യ സ്ത്രീകൾ വന്ന് രണ്ട് കുടുംബത്തിൽ വന്നപ്പോൾ ഈ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കോഴി അടുത്ത വീട്ടിൽ പോയി മുട്ടയിട്ടു. ഈ മുട്ടയിട്ടിട്ട് മുട്ടയെന്തോ ആ വീട്ടിലെ പിള്ളേർ ആരാണ്ട് എടുത്തു. കോഴി മുട്ടയിട്ട് അതിൻ്റെ സൈനും കോഴിക്കൊണ്ട് പോകുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കോഴി ഇങ്ങനെ അവിടെ പോയാൽ മുട്ടയിടുന്നു പറഞ്ഞുകൊണ്ട് ഏതായാലും ഒരു മുട്ടയ്ക്ക് വേണ്ടി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി. സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാക്കി, അങ്ങോട്ട് കയറി മുട്ടി. നമുക്കറിയാമല്ലോ, ചില പെണ്ണുങ്ങളെ നമുക്കറിയാം, ചെറിയ കാര്യത്തിന് പോലും വിട്ടുകൊടുക്കാതെ ആണുങ്ങളും ഉണ്ടാക്കൂട്ടത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില പെണ്ണുങ്ങളെപ്പോലെ നമുക്ക്, സ്ത്രീകളല്ല കേട്ടോ, ചില പെണ്ണുങ്ങളെപ്പോലെ ബെസ്റ്റ് പാർട്ടികളാണ്. അതിന് PhD എടുത്ത പാർട്ടികൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. നുണയും കൊതിയൊക്കെ ഉണ്ടാക്കി മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുക, കുടുംബങ്ങളെ തമ്മിൽ അടിപ്പിക്കുക, സഹോദരങ്ങളെ തമ്മിൽ അടിപ്പിക്കുക. കാരണം ഇവർ ബലഹീനരായതുകൊണ്ട് സാത്താന് പെട്ടെന്ന് ഈ നുണപ്പിശാചിനെല്ലാം കയറി പെട്ടെന്ന് പ്രവർത്തിക്കുക. അതാണ് എൻ്റെ വിഷയം കേട്ടോ. ഞാൻ സ്ത്രീകളെക്കുറിച്ചല്ല, ചില പെണ്ണുങ്ങൾ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ എന്ന് വേദവസ്തം പറയുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങൾ സൂക്ഷിച്ചോണം, ആവശ്യമില്ലാത്തതിന് പോയി തലയിടരുതേ. അതുകൊണ്ട് ഇല്ലാത്തതിന് ഇളക്കരുത്. ഇല്ലാതെ ഇങ്ങനെ ഇളക്കപ്പരപ്പ് ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അസ്വസ്ഥം ഉണ്ടാക്കുന്ന പൈശാചിക സ്വഭാവങ്ങൾ ആണിനും പെണ്ണിനും ഉണ്ടാകാൻ പാടില്ല. എനിക്ക് നിങ്ങൾക്കും, നമ്മൾ വഴിയുള്ളവരല്ലല്ലോ. അപ്പോൾ ഈ വഴക്കുണ്ടാക്കി എന്ത് ചെയ്തു, പ്രശ്നമായി. ഇനി അതുകൊണ്ട് തീരുമോ? വൈകിട്ട് അധ്വാനം കഴിഞ്ഞ് ചുമട രണ്ടുപേർക്കും ചുമട. ആർക്കാ? ഇവാനോയിനും കൂട്ടുകാരനും മാർക്കറ്റിൽ ചുമടാണ്. ചാക്കുകെട്ടും ചുമന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്നപ്പം പെണ്ണുമ്പിള്ള തുടങ്ങി, എന്തുവാ ഇത്, നമ്മുടെ കോഴിയുടെ മുട്ട അവൾ എടുത്തു. ക്ഷമിക്കെന്നൊക്കെ പറഞ്ഞാൽ വിടുവോ? അയ്യോ, പക കയറിയാൽ പെണ്ണുങ്ങൾ ആനപ്പക പോലെ, ചില പെണ്ണുങ്ങൾ പക, ചില പ്രേമമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നില്ലേ, അതിൻ്റെയൊക്കെ പിന്നിൽ നോക്കുമ്പോൾ ഈ പകയാണ് ഒരു വിധത്തിൽ. സ്നേഹം എന്ന് പറയുന്നത് ഇമോഷണൽ സ്നേഹം ഒരിക്കലും നിൽക്കത്തില്ല. ഇമോഷണൽ സ്നേഹത്തിൻ്റെ പിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആണിനും പെണ്ണിനും ഇപ്പോൾ ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ മുഴുവൻ. അപ്പോൾ അത് തങ്ങളുടെ കാര്യം സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആനപ്പകയാണ്. അത് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ. പിന്നെ ഏത് വിധത്തിലും അവരെ ഇല്ലാതാക്കാൻ അക്ഷീണ പരിശ്രമം. ആണുങ്ങൾ ഒരു ബഹളം കഴിയുമ്പോൾ അങ്ങ് മാറും, ഇവർ മാറത്തില്ല. അതൊരു സത്യമാണ്. അപ്പോൾ അതിന് പറ്റിയ ഫോഴ്സിങ് കൊടുക്കാൻ പറ്റിയ പാർട്ടികളോ പുറകിലുണ്ടെങ്കിൽ തീർന്നു. നമ്മുടെ കേരളത്തിൻ്റെ വലിയ അവസ്ഥ ഇതാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ കലക്കി ഇളക്കി ഭരിക്കണം. എന്തിനാണ് ഭരിക്കുന്നത്? കാശടിച്ച് മാറ്റണം, വർഷാനം, അല്ലാതെ നാളെ നന്നാക്കാനാണ്. ഇതിനെല്ലാം ഒരു അവസാനം വരും, അതവിടെ കിടക്കട്ടെ. അപ്പം ഈ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ ഇളക്കി, ഇവാനോയെ ഇളക്കി, മറ്റവനെ ഇളക്കി.
ഇവർ ചുമട് കഴിഞ്ഞ് പ്രശ്നമായിട്ട് ക്ഷീണിച്ച് വരുമ്പോൾ ഈ ഇളക്കൂടെ കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ ഇഷ്ടമുണ്ടായിട്ടല്ല, പോയി ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ, നിൻ്റെ പണപ്പിള്ള ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് ചോദിച്ചു, നിൻ്റെ ഭാര്യ ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് ചോദിച്ചു. ഞാൻ മര്യാദയ്ക്കൊന്നും പറഞ്ഞു വിട്ടത് അവർ തമ്മിൽ ക്ലാഷായി. ഇത് പറയുമ്പോൾ രസകരമായി അറിയാം. പിള്ളേർക്ക് വേണ്ടി ഒരു കഥ പറയാം കേട്ടോ. കഥയല്ല, നടന്ന സംഭവം. പാമ്പാടിയിൽ നമ്മുടെ പെയ്ത്തോമിനെ കുറച്ച് മാറി ഒരു അപ്പനും മോനും ഉണ്ടായിരുന്നു. ഒറിജിനലാണ്, താഴും താക്കോൽ എന്നാ പേര്. അതുപോലെ ക്ലോസായി അപ്പനും മോനും, കൂട്ടുകാരെ പോലെ. കാഞ്ചിയാർ നമുക്കങ്ങനെ രണ്ട് വിശ്വാസങ്ങളുണ്ട്, പേര് പറയുന്നില്ല. പണ്ട് കാഞ്ചിയാറിൽ ഈ താഴും താക്കോൽ പോലത്തെ ഒരു അപ്പനും മോനും ഉണ്ടായിരുന്നു. നാട്ടുകാരിട്ട പേഴ, അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. രണ്ടുപേരും മരിച്ചു പോയി കേട്ടോ. ഇതുപോലെ പാമ്പാടിയിൽ ഈ അപ്പനും മോനും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. നാട്ടുകാർക്ക് അത്ഭുതം, അപ്പനും മോനും കൂടെ ഒന്നിച്ചെന്ന് കഴിക്കത്തുള്ളൂ, ഒന്നിച്ച് സന്തോഷമായിട്ട് സംസാരിച്ചൊക്കെ പോകും. അങ്ങനെ സംസാരിച്ച് പോയി ജീവിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അമ്മയാണ് അവിടുത്തെ ഭരണകർത്താവ്. ഒരു സമുദായക്കാരിയാണ് കേട്ടോ. നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവരുടെ റിലേഷൻ ആയിരിക്കും, അവരുടെയാണ്. യാക്കോബിൻ്റെ ഈസാക്കിൻ്റെ ഭാര്യയുടെ പേരാണ് റബേക്ക. ആ കുടുംബത്തിൽപ്പെട്ടതായിരിക്കാം. അപ്പോൾ ഇവരെന്ത് ചെയ്തൊരു ഈ മകനെയൊക്കെ സ്നേഹിച്ച്, ഒറ്റ മോനല്ലേ ഉള്ളൂ, ഒറ്റ മക്കളുള്ളവർ സൂക്ഷിച്ചോളം. അമ്മമാർ അമിതമായ സ്നേഹിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടാതെ വരും. മുമ്പൊക്കെ അങ്ങനെ ഒരുപാട് ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. പല പ്രശ്നങ്ങളും ഞങ്ങൾ പോയി തീർത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാൽ അമ്മയെ പൂർണ്ണമായി സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഒക്കുമോ? അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നല്ലേ. ഇപ്പോൾ ഭാര്യയോട് സ്നേഹിക്കുന്നതും വിടുന്നതും കാണുമ്പോൾ ചില അമ്മായിമാർക്ക് വല്ലാത്ത സ്പിരിറ്റാണ്. പിന്നെ അവരെ തമ്മിൽ അടിയുണ്ടാക്കാൻ തോന്നും. അങ്ങനെ 2-3 സ്ഥലത്ത് ഞാൻ പോയി പ്രശ്നം തീർത്തിട്ടുണ്ട്, ഈ വാക്യമൊക്കെ വായിപ്പിച്ചിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ താഴും താക്കോലുമായ അപ്പനും മോനും കൂടി നടക്കുന്നത് കൊണ്ട് നാട്ടുകാർക്കൂടെ അസൂയാണ്, അത്രയ്ക്കും സ്നേഹമാണ്. ഈ അമ്മ എന്ത് ചെയ്തു, പോയി ആലോചിച്ചൊരു കല്യാണം കഴിപ്പിച്ചതാണ്. വലിയ പ്രാപ്തിയൊന്നുമല്ല, അമ്മയുടെ പരിധിയിൽ ഒതുങ്ങാൻ പറ്റിയ ഒരു പെണ്ണിനെ തന്നെ സ്വീകരിച്ചു. കാരണം അമ്മയുടെ നിയന്ത്രണത്തിൽ പോകണമല്ലോ. അങ്ങനെ കല്യാണമൊക്കെ കഴിപ്പിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഭാര്യ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെയല്ലേ വേദവസ്തം പറയുന്നത്. ആകയാൽ ഇത് മുതൽക്കൊണ്ട് അമ്മയപ്പനെയും വിറ്റല്ല കേട്ടോ, അമ്മയപ്പനെയും വിട്ടെന്ന് പറഞ്ഞാൽ മാറി ഇങ്ങോട്ട് സ്നേഹം കാണിക്കണം എന്നതിൻ്റെ അർത്ഥം. നമ്മൾ വിറ്റ് സ്നേഹിക്കാൻ പോരുത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവരുടെ സ്നേഹം കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി. പഴയ പോലെ മോനെ അമ്മയുടെ ആ ചെല്ലപ്പള്ളിയായിട്ട് പോകുന്നില്ല, അവളുടെ ആലോചന കേൾക്കുന്നു. അമ്മ ഭക്ഷണം വിളിക്കാൻ പറഞ്ഞാൽ ഇവർ രണ്ടും കൂടെ ഒന്നിച്ചിരുന്നേ കഴിക്കത്തുള്ളൂ. ഇവനെ തനിച്ചിരുത്തി പോറ്റാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ സ്പിരിറ്റ് കയറി. അപ്പം അമ്മ പോയി അപ്പനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, അവനിപ്പോൾ പഴയ പോലല്ല, പെണ്ണും പിള്ള കിട്ടിയതിന് ശേഷം എന്നോട് സ്നേഹമില്ല, അവൾക്കും എന്നോട് സ്നേഹമില്ല, അതുകൊണ്ട് അവനെ നിർത്തേണ്ടടുത്ത് നിർത്തിക്കോണം, പറഞ്ഞു നിർത്തിക്കോണമെന്ന് പറഞ്ഞു. ശരി പറയാം. അപ്പോൾ അപ്പൻ മോനോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, നീ ഭാര്യ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കാനൊന്നും പോകണ്ട, അതെല്ലാം എന്ന് പറഞ്ഞ് അപ്പൻ കുറേ വഴക്കെല്ലാം പറഞ്ഞു. അപ്പനിച്ച് ചൂടായി. അവസാനം 1-2 പ്രാവശ്യം കഴിഞ്ഞു അപ്പൻ ചൂടായി. ഇവൻ വളരെ കൂളായിട്ട് കേട്ടോ, നല്ല ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും കുടിച്ച പോലെ പറയുക, ഒരു കാര്യം ചെയ്യ്, അപ്പൻ്റെ ഭാര്യയെ പറഞ്ഞ് നിർത്തിക്കോ, ഞാൻ എൻ്റെ ഭാര്യയെ പറഞ്ഞ് നിർത്തിക്കോളാൻ. കേട്ടോ, ഒരുപാട് ചെല്ലപ്പിള്ളയായിട്ട് വളർത്തിയ പിള്ളേർ അവസാനം ഇതുപോലെ ഡയലോഗ് അടിക്കുമ്പോൾ തള്ളമാരുടെ ചങ്കിന് കയറി കൊള്ളാതിരിക്കാൻ സൂക്ഷിക്കണം. അതുകൊണ്ട് വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി വേണം പിള്ളേരെ വളർത്താൻ. ഞെട്ടിപ്പോയി, തന്ത ഞെട്ടിപ്പോയി. എന്താ അപ്പൻ പറയടാ, അപ്പൻ്റെ ഭാര്യയെ നിർത്തിക്കോ, ഞാൻ എൻ്റെ ഭാര്യയെ നിർത്തിക്കോളാം. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടുപേരും പറഞ്ഞ് നിർത്തണ്ടേ. ഈ ഇവാനോ 2 പൊട്ടന്മാരും പെണ്ണുങ്ങളുടെ വാക്കിനെ കേട്ട് രണ്ടും കൂടെ ആയി, അവർ തമ്മിൽ അടിയായി കഴിഞ്ഞ് പല പ്രശ്നങ്ങളായി. ഒരു ദിവസം രാത്രിയിൽ ഇവാനോട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന സഹോദരൻ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, ഒരുപാട് നാളായി വായിച്ചിട്ട്, അവനും ഭാര്യയും കൂടെ വന്ന് പാതിരാത്രിക്ക് ഇവരുടെ വീടിന് തീ വെച്ചു. ഇവാനോടെ വീടിന് തീ വെച്ചു. അതുകൊണ്ടാണ് തീ കൊണ്ട് കളിക്കരുതെന്ന് പറഞ്ഞു. അന്നത്തൊക്കെ പുല്ലുവീടൊക്കെ അല്ലേ, പഴയകാലത്തെ പുല്ലുവീടൊക്കെ, അത് കത്തിയെരിയാൻ തുടങ്ങി. അപ്പോൾ അപ്പൻ അവരുടെ ഇവാനോട് അപ്പൻ ഉണർന്നിരിക്കുകയായിരുന്നു. അപ്പൻ കണ്ട് ഇവരാന്ന് മനസ്സിലായി. കത്തിയെല്ലാം എരിഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ ആര് വെക്കാനാ, ഉടനെ ഇവാനോ കത്തിയായിട്ടിങ്ങ് ഇറങ്ങി.
ഉടനെ അപ്പൻ കയറി തടഞ്ഞു, മോനെ നിൽക്കേ. എന്നിട്ട് പറഞ്ഞു, നീ ഒരു പ്രാവശ്യം ക്ഷമിച്ചു കൊടുത്താൽ, ദൈവം 2 പ്രാവശ്യം നിന്നോട് ക്ഷമിക്കും. നോക്കണം, ഇതാണ് പ്രായമുള്ളവരുടെയും അധികാരത്തിലിരിക്കുന്നവരുടെയും മന്ത്രിമാരും പാതിമാരും പാഷന്മാരും ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുന്ന ലോകമാണ് നമുക്ക് ആവശ്യം. കത്തിക്കരുത്. ഒരു വിഷയം വരുമ്പോൾ അത് കത്തിച്ച് കേരളത്തെ മലിമസമാക്കരുത്, ഇന്ത്യയെ മലിമസമാക്കരുത്. അതിനു പകരം സമാധാനം ഉണ്ടാക്കുന്ന രാജ്യസ്നേഹികളായ, അല്ലെങ്കിൽ പ്രജകളെ, പൗരന്മാരെ സ്നേഹിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും പുരോഹിതന്മാരുമാണ് നമുക്ക് സംഘടനയെ വളർത്താൻ വേണ്ടി ബലി കൊടുക്കുന്നവരല്ല. പുന്നപ്ര വയലാറിൽ ഞാൻ നേരിട്ട് കേട്ടതാണ്. 2 സഖാക്കൾ തമ്മിൽ, പ്രധാനപ്പെട്ട സഖാക്കൾ തമ്മിൽ സംസാരിക്കാൻ കേട്ടതാണ്. അച്യുതാനന്ദനെ ഉൾപ്പെടെ വാരിക്കുന്നം പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളക്കാർ തോക്കിന് മുമ്പിലേക്ക് പറഞ്ഞു വിട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. നേതാക്കന്മാർ പറഞ്ഞതിൻ്റെ കാതിൽ കേട്ടതാണ്, വീട്ടിൽ വെച്ച്. അന്ന് അച്യുതാനന്ദൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ദൈവം അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയെടുത്തായിരിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ലെന്നല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ സ്വാർത്ഥമതികളായ നേതാക്കന്മാരുള്ള രാജ്യത്തിന് അയ്യോ കഷ്ടം. സ്വന്തം താല്പര്യങ്ങളും സ്വന്തം അണികളുടെ ലാഭത്തിനു വേണ്ടിയും ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരും പാഷന്മാരും പാതിരിമാരും ഉള്ള ദേശത്തിന് അയ്യോ കഷ്ടം തന്നെയാണ്. ഇതിനൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇവാനോട് അപ്പൻ പറഞ്ഞു, മോനെ നീ 1 പ്രാവശ്യം ക്ഷമിച്ചുകൂടുക, ദൈവം നിനക്ക് 2 പ്രാവശ്യം ക്ഷമിച്ചുകൂടും. അങ്ങനെ ആ കേസിന് പോയില്ല, കേസിനും വഴക്കിനും പോയില്ല. ഈ പ്രായമുള്ള പിതാവിൻ്റെ നല്ല ആലോചനയിൽ മകനടങ്ങി. തനിക്കെതിരായ കേസിന് പോകേണ്ട ആൾ ക്ഷമിച്ചു കൊടുത്തെന്ന് അറിഞ്ഞപ്പോൾ മറ്റവൻ വന്ന് ഇവാനോട് കെട്ടിപ്പിരിഞ്ഞ് കരഞ്ഞ് സമാധാനമായി വീട്ടിൽ ചെന്ന് 2 പേരും ഭാര്യമാർക്കിട്ട് തീർത്തൊരു വീക്കം കൊടുത്തു. 2 ഭർത്താക്കന്മാരും കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന് ശേഷം ഭാര്യമാർക്ക് 2 ഓരോ വീക്കം കൊടുത്തു. അതോടെ ആ ദേശം സ്വസ്ഥമായി. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചും പോകുന്നു, ലോകം തരുന്ന സമാധാനം പോലെയല്ല. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതാണ് യേശു പറഞ്ഞേ. യേശുവിന് വിധിക്കാൻ അധികാരമുണ്ട്. കാരണം യേശുവിൻ്റെ പ്രമാണം വെച്ചാണ് യേശു വിധിക്കേണ്ടത്. എന്താ? കോപിക്കുന്നവനെ കൂടെ ശിക്ഷിക്കാൻ അധികാരം യേശുവിനുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നു, കോപിക്കുന്നവൻ കൊലപാതകം. അപ്പോൾ 2 പേരും ശിക്ഷയ്ക്ക് യോഗ്യരായി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത്, ഒരാൾ വെളിയിൽ പാപം ചെയ്തു, ഒരാൾ മനസ്സിൽ പാപം ചെയ്തു. കാണുന്നതോ താൽക്കാലിക, കാണാത്തതോ നിത്യം. തൊണ്ടി ഒളിപ്പിക്കുന്നവരും മോഷ്ടിക്കുന്നവരും ഒരുപോലെ തെറ്റുകാരൻ. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനും തെറ്റ് ചെയ്യുന്നവനും ശിക്ഷയ്ക്ക് അർഹനാണ്. പക്ഷേ യേശു എന്ത് ചെയ്തു? അങ്ങനെ ശിക്ഷിക്കാൻ പോയാൽ പിന്നെ ആരും രക്ഷിക്കാനില്ല. അതുകൊണ്ട് ഞാനും ക്ഷമിച്ചു. പക്ഷെ ഒരു വാണിംഗ്, ഇനിമേൽ എന്ത് ചെയ്യരുത്, ഇനിമേൽ പാപം. ഇതെല്ലാം നല്ല സന്ദേശം. അതോ കത്തിച്ച് ഒരു ഭാഗം പോകുന്നു, നാളെ നീയും പോയി അതിനകത്ത് അകപ്പെടും. അന്യനെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കുക, നീ നാളെ അതിലകപ്പെടും. അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. അതുകൊണ്ടാണ് മമതാ ബാനർജിയും രാഹുൽ ഈശ്വറും മറ്റു പലരും, അനേകർ ക്രിസ്തുവിൻ്റെ, ശ്രീകുമാരൻ തമ്പി പാട്ട് എഴുത്തുകാരൻ, സംവിധായകൻ, കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടില്ലേ, പിന്നെ അനേകർക്ക് ആ വെളിപ്പാട് കിട്ടി. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കൊണ്ട് മാത്രമേ ലോകത്തിന് സമാധാനം വരികയുള്ളൂ. മറ്റുള്ളവർ പറയും നല്ലതെടുക്കുക. പക്ഷേ യേശുവിനെ പോലെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരാളുണ്ടോ? ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ലല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ക്ഷമയെന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല. ഗാന്ധിജി സായിപ്പ് ബൂട്ടിട്ട് ചവിട്ടിയപ്പോൾ ക്ഷമിച്ചു കൊടുത്ത സത്യമാണ്. പക്ഷെ മറ്റു ചില കാര്യത്തിലോ, തൻ്റെ ഭാര്യ പോലും ചെറിയൊരു തെറ്റ് ചെയ്തതിന് താനെ ഭാര്യയ്ക്കിട്ട് ശരിയായിട്ട് അടിച്ചതാണ്. ചരിത്ര പുസ്തകത്തിലുണ്ട്. ഭാര്യയെ അടിച്ചു. പിന്നെ എത്രയെല്ലാം കാര്യങ്ങൾ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെച്ചുള്ള ക്ഷമയല്ല. അതുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ കുത്തിത്തുളച്ചവരും ക്രൂശിച്ചവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ? കാരണം ഇതിനെല്ലാം ശിക്ഷയില്ലേ? നീതിമാനെ, കുറ്റമില്ലാത്ത രക്തത്തിനെ കാണിച്ചു കൊടുത്തവനും ക്രൂശിച്ചവനും ശിക്ഷയുണ്ട്. ഈ പാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്ധിമേലും വരട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ യേശു എന്ത് ചെയ്തു? ആ ക്രൂശിൽ കിടന്നുകൊണ്ട് മരണാവസ്ഥയിൽ തന്നെ പറഞ്ഞു, പിതാവേ
ഇവർ ചെയ്യുന്ന എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണം. ഇത് ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇവിടെ മാത്രമല്ല, നിത്യതയിൽ വരുമ്പോൾ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയെ പോലെ ഇവരോട് ക്ഷമിച്ചു കൊടുക്കണമെന്നുള്ള ആ പ്രാർത്ഥന നടത്തി ഒരു മഹാനെ കാണിച്ചതാണ്. ഞാൻ ഇവിടെ കാല് വീഴുക പറ. അതാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് എൻ്റെ 19 വയസ്സിൽ ഞാൻ യേശുവിനെ എൻ്റെ ബോസായും രക്ഷകനായും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിച്ചല്ലാതെ പെന്തിക്കോസ് പ്രസ്ഥാനം മതമല്ല എനിക്ക് വിഷയം. ആ യേശു ക്രിസ്തുവിനെ ഞാൻ അന്നും ഇന്നും എന്നും, അല്ലാതെ പാഷന്മാർ മാറി വരുമ്പോഴോ നടത്തിപ്പുകാർ മാറി വരുമ്പോഴോ അഭിപ്രായം മാറ്റുന്നവനല്ല. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞാൻ മദ്രാസിൽ ചില വർഷങ്ങൾ ഇരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച വിശുദ്ധന്മാരും ഇതൊക്കെ തന്നെ പഠിപ്പിച്ചത്. പക്ഷേ ഇടക്കാലത്ത് ചില പുള്ളികളിങ്ങനെ, പ്രത്യേകിച്ച് കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്നു, അവരെല്ലാം പോയി. അവരൊക്കെ മൺമറഞ്ഞു പോയി. അവരൊക്കെ ആയുസ് തികയാതെ സത്യം പഠിപ്പിക്കാത്തവരെല്ലാം സമയത്തിന് മുമ്പ് പിരിഞ്ഞു പോയി. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. പുതിയ തലമുറയ്ക്ക് പിന്നെ നല്ല ശതമാനത്തിനും എങ്ങനെയായാലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പോക്കാണ് ഒരു കൂട്ടർ. എനിവേ, അടഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനം വരെയും ജീവനോട് നിൽക്കുക. അപ്പം അതാണ് യേശു ക്രിസ്തു. ക്ഷമിക്കുക. തൻ്റെ വിലാപ്പുറം കുത്തിത്തുളച്ചവനോട് യേശു എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്തു. പിതാവേ, ഇവർ ചെയ്യുന്ന അറിയായാലും ഇവരോട്. ഈ സ്ഥാനത്തേക്ക് വന്നെങ്കിൽ മാത്രമേ TPM-ലെ ഒരു വേലക്കാരനും വിശ്വാസിക്കും ദൈവം മാർക്കടിക്കുള്ളൂ കേട്ടോ. മറ്റുള്ളവരിരിക്കട്ടെ. TPM-ലെ ഒരു വേലക്കാരനും ഒരു വിശ്വാസിയും ഇതേ ഗ്രേഡിൽ വന്നെങ്കിലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിയോൻ എരുസലേമിൽ പോയിരിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ സമാധാനമായി ജീവിക്കാൻ സാധിക്കും. നമ്മുടെ പുറമേ കാണുന്ന ഭക്തിയല്ല. അപ്പോൾ അങ്ങനെയുള്ള ലീഡേഴ്സ്, അതായത് ഇവാൻ്റെ പിതാവ് പറഞ്ഞു, മകനെ, നീ ഒരു പ്രാവശ്യം ക്ഷമിച്ചു കൊടുത്താൽ എന്തു ചെയ്യും? ദൈവം നിനക്ക് 2 പ്രാവശ്യം ക്ഷമിച്ചു തരും. അപ്പം നീതിയുള്ള ന്യായാധിപതികൾ ലോകത്തിലുണ്ടാകണം, സഭകളിലുണ്ടാകണം, പാസ്റ്റർമാരുടെ ഉണ്ടാകണം. അപ്പോൾ അത് സഭയിൽ നന്നാകും. ദേശാധിപതികൾ നല്ലവരായി വരുമ്പോൾ ദേശത്തിന് സമാധാനം വരും. അതാണ് എൻ്റെ സത്യം. പണ്ടൊരിക്കലൊരു പുസ്തകത്തിലാരാ നമ്മുടെ പഴയ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇതാ, ഒരു ദേശത്തിലെ ഒരു അധികാരി, അതായത് വിശ്വസ്തന്മാരും സത്യസന്ധന്മാരുമായിട്ടുള്ള അധികാരമുള്ള ദേശം, വിശ്വസ്തന്മാരും സത്യസന്ധന്മാരുമായിട്ടുള്ള അധികാരികളുള്ള ദേശവും അവരുടെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ടുള്ള പരിശ്രമശാലികളായ ജനങ്ങളുമുള്ള ദേശം അനുഗ്രഹിക്കപ്പെടും. അത് ജനം മാത്രമല്ല, സഭയും അങ്ങനെയാണ്, സഭകളും അങ്ങനെയാണ്. അപ്പോൾ ഈ മതങ്ങൾക്കെല്ലാം ഒരു അവസാനം വേണം. മതങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഒരു പാട്ട് കേട്ട് പഠിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. യേശുദാസിൻ്റെ പാട്ട് എന്താ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും ദൈവവും മണ്ണ് പങ്കുവെച്ചെന്നാണ്. അതായത് ഈ ദൈവങ്ങളും മനുഷ്യനും ചേർന്ന് വളച്ചു കെട്ടി അവരവർക്ക് ആവശ്യമായുള്ളതെല്ലാം തങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി മണ്ണ് പങ്കുവയ്ക്കുക. മണ്ണെന്ന് പറഞ്ഞാൽ മനുഷ്യനെയും മനുഷ്യ സമൂഹത്തെയും ജാതി വ്യത്യാസം ഉണ്ടാക്കി തങ്ങളുടെ ദൈവങ്ങളെ സ്ഥാപിച്ച് എന്ത് ചെയ്തു? അതിനുവേണ്ടി ഗുസ്തി കിടക്കുക. പിന്നെ ഞങ്ങളുടെ മതമാണ് ശരി, നിങ്ങളുടെ മതമാണ് ശരി, ഇങ്ങനെ കുറേ പൂജാരികളും പുരോഹിതന്മാരും പെന്തിക്കോസിലെ പാസ്റ്റർമാരും ഉണ്ടെന്നാണ് സത്യം. യുവന്മാരുടെ എല്ലാം അവസാനം എത്താൻ പോവുകയാണ് കേട്ടോ. വരുന്നുണ്ടൊരുത്തൻ, ശരിയായ ആയുധമായിട്ടൊരുത്തൻ വരുന്നുണ്ട്, വടക്ക് നിന്ന് ആയുധമായിട്ട് വരുന്നുണ്ട്, ഇതിനെല്ലാം ഡിമോളിഷ് ചെയ്യാൻ വേണ്ടി. അവിടെ മതം വിഷമായിരിക്കുന്ന പോലെ ഇന്നത്തെ രാഷ്ട്രീയവും വിഷമാണ്. ഈ മതവും രാഷ്ട്രീയമില്ലാത്തൊരു കാലം വരാൻ പോവുകയാണ്. മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ജനങ്ങൾ വഴിയിലിട്ട് കൈകാര്യം ചെയ്ത കാലം വരാൻ പോവുകയാണ്. മനസ്സിലായോ? സഹിയിടും മനുഷ്യൻ. അവസാനം ഇവരെല്ലാം വഴിയിലിട്ട് ജനം തന്നെ കൈകാര്യം ചെയ്യുന്ന കാലം വരും. അധികാരികൾ വേറെ. അതുകൊണ്ട് പെന്തിക്കോസുകാരായ നാം ദേശത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും സ്വസ്ഥതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇനി 2 ദേശാധിപതികളെക്കുറിച്ചുള്ളൊരു ചെറിയൊരു കഥ നമുക്ക് ചിന്തിക്കാം. അങ്ങനെയുള്ളവർ വേണം, സത്യസന്ധവും നീതിയായിട്ട്, തങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടിയല്ല. ഞാൻ പറഞ്ഞല്ലോ, യേശുദാസ് പാടിയതും അല്ലെങ്കിൽ വയലാർ എഴുതിയ പാട്ട് പോലെ മനുഷ്യൻ മതങ്ങളെ ഉണ്ടാക്കുകയാണ്, ഇല്ലയോ? ഓരോ നേതാക്കന്മാരും വരുമ്പോൾ അവരെല്ലാം വാഴിച്ചുകൊണ്ട് മതങ്ങൾ ഉണ്ടാക്കുകയാണ്. കേരളത്തിൽ തന്നെ പുതിയ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നില്ലേ? അവരുടെ കാലം കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ഒരു മതം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പിന്നിൽ കുറേ നേതാക്കന്മാരിങ്ങനെ വാഴ്ച നടത്താൻ വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുക. അറിവില്ലാത്ത മനുഷ്യർ
ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്കില വിളിച്ചിടക്കുക. അങ്ങനെയാണ് അഥേന ദേശത്തിൽ പൗലോസ് അപ്പോസ്തലൻ വായിച്ച 18-ാം അധ്യായം 19-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതലൊന്ന് വായിച്ച്. അക്കാലത്ത് ഈ അപ്പോസ്തല പ്രവൃത്തി 19:22 ദേശാധിപതികളെ കുറിച്ച് ഞാൻ പറയും. ഒന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോലെ അഥേന ദേശത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ കാര്യമാണ് ഈ പറയുന്നത്. എത്ര നീതിയോടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നോക്കിയേ, വായിച്ചേ. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമിസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തിവന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾ. ഇതാ സത്യം. ഇന്നത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ജനങ്ങളെ സേവിക്കാനും നന്മയ്ക്ക് വേണ്ടിയല്ല യുവമാർ കിടന്ന് കുസ്തി പിടിക്കുന്നത്. പല സംഘടനകളുടെയും സമുദായങ്ങളുടെയും മതത്തിൻ്റെയും നേതാക്കന്മാർ ഇന്ന് സമൂഹത്തിൽ വിഷം തുപ്പുന്നതിൻ്റെ കാരണം ജനങ്ങൾക്ക് നന്മ ഉണ്ടാക്കുകയല്ല, ഇവരുടെ കസേരയും ഇവരുടെ ലാഭത്തിന് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. ഇത് ജനം തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ. എന്നാലും കുറേ പൊട്ടന്മാർ കേരളത്തിലുമുണ്ട്. മനസ്സിലാവുന്നു? ലാഭങ്ങളുടെ പിന്നാലെ പോവുകയാണ്. തിരിച്ചറിവില്ലാത്ത മനുഷ്യനെ ചതിക്കുന്ന കാലങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയണം. നോക്കണം സംഭവം എന്താ. ദെമോത്രിയസ് എന്ന് പറയുന്ന ഒരുത്തൻ അവിടുത്തെ ഒരു ദേവിയുടെ പേരിൽ, അർത്തമേസ് ദേവി എന്ന് പറയുന്ന ഈ അഥേന എഫെസസ് സ്ഥലങ്ങളിലുള്ളതായ ആ പ്രദേശങ്ങൾ, അതായത് ഏഷ്യ, യൂറേഷ്യ ഭാഗങ്ങളിൽ ആരാധിച്ചു വരുന്ന ഒരു അർത്തമേസ് ദേവി, ഇവരുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിൽ നിന്നൊരു വിഗ്രഹം താഴെ വീണെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലതും ഉണ്ടോ? സ്വർഗത്തിൽ നിന്ന് വിഗ്രഹമാണ് ഇട്ട് കൊടുക്കുന്നത്. ആ വിഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാരിയാണ് ഈ അർത്തമീസ് ദേവി എന്നുള്ളൊരു പ്രചരണം വെച്ചുകൊണ്ട് വലിയ പ്രാർത്ഥനയും നേർച്ചയും കാഴ്ചയെല്ലാം മനുഷ്യനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് വിഗ്രഹങ്ങളില്ലായിരുന്നു. പിന്നെ ഇവന്മാർ ഈ അർത്തമീസ് തട്ടാനും അവൻ്റെ അനുയായികളും ചേർന്നൊരു പുതിയ കഥയുണ്ടാക്കി ജനങ്ങളെ പ്രചരിപ്പിച്ചു. പണ്ട് എടത്വാ പള്ളിയിലെ പുണ്യാളച്ചൻ ഗീവറിയസിനെ കൊല്ലത്തുനിന്ന് കട്ടോട്ട് പോയതാന്ന് പറഞ്ഞുകൊണ്ട് ഈ കട്ടോട്ട് പോയ പുണ്യാളച്ചനെ എടത്വാ പള്ളി കൊണ്ട് സ്ഥാപിച്ചു. കൊല്ലക്കാരെല്ലാം വർഷം തോറും എടത്വായി പുണ്യാളച്ചനെ കാണാൻ വരും കേട്ടോ. വല്യച്ഛനെ കാണാൻ അരുവത്തര പള്ളിയിലുണ്ടൊരു പുണ്യാളച്ചൻ, നമ്മുടെ PC ജോർജിൻ്റെ വല്യച്ഛൻ. ഇങ്ങനെ മനുഷ്യനും അച്ഛന്മാരോ പുരോഹിതന്മാരെല്ലാം കൂടി ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഓരോ പുണ്യാളന്മാരെ അവിടെയെല്ലാം സ്ഥാപിക്കും. എടത്വാ പള്ളി കൊണ്ടുപോയി കൊല്ലത്തുനിന്ന് കട്ടോണ്ട് വന്നതാന്ന് പറഞ്ഞു. കൊല്ലത്തുനിന്ന് ദൈവത്തെ കട്ടോണ്ട് വന്നത് എന്ത് കളിയാന്ന് നോക്കണേ. എന്നിട്ട് ഈ കൊല്ലംകാർ എന്ത് ചെയ്യും, ഒരു മാസം എടത്വായി വന്ന് തമ്പടിക്കും. എൻ്റെ പെങ്ങളെ എടത്വായി കെട്ടിച്ച സമയത്ത് ഞാൻ പോയി കണ്ട കാര്യമാണ് പറയുന്നത്. ഈ പാവങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, ഒരു മാസം അവിടെ കിടന്ന് ഈ പറഞ്ഞ പോലെ തീറ്റയും കുടിയും പുണ്യാളച്ചന് കാണാൻ പോയി. അതൊരു നല്ല കൊയ്ത്താണ്. നമ്മുടെ ശബരിമല സീസണിലെ കുമളിക്കാരുടെ കടക്കാർ കാശുണ്ടാക്കുന്ന പോലെ സ്പൈസസും ഏത്തയ്ക്ക കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ചിപ്സും ഒക്കെ വിറ്റ് പാവങ്ങളെന്ത് വിചാരിച്ചുകൊണ്ട് പോവുക, ഇതെല്ലാം ഇവിടുത്തെ ഒറിജിനലാണെന്ന് വെച്ചോണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുക. നമ്മുടെ പുള്ളികളും കുറേ കടക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, ദൈവം നിങ്ങൾക്ക് വേറെ വഴി തരും. അപ്പോൾ ഇങ്ങനെ ഈ ശബരിമല വരുന്ന പാവങ്ങളായ മനുഷ്യർ, തമിഴ്നാട്ടുകാരും എന്ത് ചെയ്യുന്നു, ഇവിടെ വന്ന് സ്പൈസസും വാങ്ങിച്ച്, ഈ സ്പൈസസ് എവിടെ നിന്ന് വരുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ ശബരിമല തന്നെ എന്നോട് കൊണ്ടാക്കും. സാരമില്ല, ദൈവം നിങ്ങൾക്ക് ബിസിനസ് വേറെ തരും കേട്ടോ. എന്തെല്ലാം അന്യായങ്ങൾ കാണിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യർ ഇത് വലിയ പുണ്യവസ്തുക്കളായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുക്കുകയായിരുന്നു. എന്ന് പറഞ്ഞ പോലെ എടത്വാ പള്ളിയിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ തമ്പടിച്ച് കൊല്ലംകാർ വന്ന് പാവങ്ങൾ വന്ന് ഒരു മാസം കൊണ്ട് ഒരു വർഷം ഈ കടക്കാർക്ക് ലാഭം അത് മതി. ആ ലാഭം കൊണ്ടാണ് പിന്നെ ഒരു വർഷത്തെ കടക്കാരോട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുപോലെ അർത്തമസ് ദേവിയുടെ വിഗ്രഹം സ്വർഗത്തിൽ നിന്ന് വീണതാണെന്നും ഇത് നമുക്ക് വേണ്ടി യഹൂദന്മാർ 10 കൽപ്പന വന്ന പോലെ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇട്ടു തന്നാന്ന് പറഞ്ഞൊരു വിശ്വാസം പ്രചരിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ തട്ടാൻ ഹോൾസെയിലായിട്ട് എടുത്തിരിക്കുക മോണോപോളി, അയാളല്ലാതെ മറ്റാരും അവിടെ മെയിനായിട്ട് വന്നിട്ടുമില്ല. പുള്ളിയുടെ മോണോപോളിയിൽ കുറേ ആയിരങ്ങൾ തട്ടാന്മാരെ വെച്ച് പണിക്കാരെ വെച്ച് ഇങ്ങനെ വിഗ്രഹം തീർത്ത് ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആത്മാവലസത്തിലും ആരാധിക്കുന്ന സുവിശേഷം പൗലോസ് അറിയിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വായിച്ച്, എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്ത ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ അത് ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഞങ്ങളെ തല്ലാൻ വരുന്നതിന് മുമ്പേ, തല്ലാൻ വരുന്നത് കഴുത്ത് വെട്ടാൻ വരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ കയ്യാ തീർത്ത് ദൈവമാണെന്നോ? ആണോ? പറ.
ഓരോ അമ്പലങ്ങളിൽ നിന്നും പിന്നെ പള്ളിക്കാർ പിന്നെ സ്വർണ്ണമൊന്നും ഉണ്ടാക്കത്തില്ല. പള്ളിയിലെ വിഗ്രഹങ്ങളെല്ലാം മണ്ണുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ അതാരും ഓടിച്ചുകൊണ്ട് പോകത്തില്ല. പണ്ട് ഈ രാജാക്കന്മാർ ഈ യുദ്ധം പേടിച്ചും ബ്രിട്ടീഷുകാരും മറ്റ് ടിപ്പു സുൽത്താനും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് രാജാക്കന്മാർ വന്ന് ആക്രമിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ദൈവങ്ങളുടെ ഷേപ്പിലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, സ്വർണ്ണ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ വെക്കും. സ്വർണ്ണമാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ അടിച്ചുകൊണ്ട് പോയില്ലയോ? ഒരു ക്രിസ്ത്യാനിയല്ലേ ഏറ്റുമാനൂരിലെ ഒരു വിഗ്രഹത്തെ അടിച്ചുകൊണ്ട് പോയത്. പിന്നെ എന്തെല്ലാം നാൾ കഴിഞ്ഞാൽ പൊക്കിയെടുത്ത്. അപ്പോൾ കൈകളാ തീർത്ത ദൈവമല്ലാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കുക? നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ? സംസ്കാരമില്ലേ? നിങ്ങൾ എവിടെ നവാസ്ഥാനം പറയുന്നത്? എവിടെയാണ് നിങ്ങൾ പോകുന്നത്? ക്രിസ്ത്യാനിയോട് ഞാൻ ചോദിക്കുക. പുറപ്പാട് 20-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് ആകാശത്തിൻ കീഴോ ഭൂമിയിലോ സമുദ്രത്തിലുള്ളതായോ യാതൊരുത്തിൻ്റെയും വിഗ്രഹങ്ങൾ അരുത്. കാരണം അത് സൃഷ്ടിയാണ്. ഇത് പറഞ്ഞു കൊടുത്ത ക്രിസ്ത്യാനികൾ പോലും, ക്രിസ്തുമതക്കാർ പോലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഔസേപ്പിതാവാണ്. അവരൊരു ഗുണമുണ്ട് കേട്ടോ. ക്രിസ്ത്യാനികൾ ഇതിനെല്ലാം പൂട്ടി വെച്ചിരിക്കുക. ഫ്രണ്ടിലൊരു നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കാവലാളുകളായിട്ട് ഇവരിയ്ക്കുന്നുണ്ട്. ഇത് പറഞ്ഞ് വേറെ രസകരമായൊരു കഥയുണ്ട് കേട്ടോ. അത് കത്തോലിക്കയിലെ ബിഷപ്പ് ആൻ്റണി പടിയറ എനിക്ക് ചെറുപ്പത്തിൽ മുമ്പിൽ തൊപ്രശോ തന്ന ആളാണ്, ഈ കുർബാന തന്ന ആളാണ്. 9-ാമത്തെ വയസ്സിൽ ചേന്നങ്കിരി ഇടവകയിൽ ആൻ്റണി പടിയറ മെത്രാൻ എനിക്ക് കുർബാന തന്ന ആളാണ്. അതുകൊണ്ട് എനിക്കൊരു ബന്ധമുണ്ട്. നല്ല മനുഷ്യനാണ്. നല്ല പുള്ളി ഒരിക്കൽ തുറന്നു പറഞ്ഞൊരു കഥയാണ്. ഈ പാറപ്പള്ളി, ചങ്ങനാശ്ശേരി പാറപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. പുള്ളിയുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ. പുള്ളിയുടെ ഫലിത പുസ്തകത്തിലുള്ള കാര്യം പറയുന്നത്. ഇപ്പോൾ പാറേപ്പള്ളിയിൽ ഒരു മാതാവുണ്ട്. അവിടെ പണ്ടൊരു ചെറിയ നേർച്ചപ്പെട്ടിയായിരുന്നു. എന്നിട്ട് ആരോ ഒരു അച്ഛനും അൽമേനിയും ഒരു കഥയൊക്കെ ഉണ്ടാക്കി. എന്താ, അവിടുത്തെ ഒരു ബസ്, ഒരു വിശ്വാസി ബസ് വാങ്ങിച്ചപ്പോൾ നമ്മുടെ സ്വന്തക്കാർക്കും അവിടെ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബസ് ഓടുന്നുണ്ട്, കുറച്ച് ബസ്സൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ അയാൾ തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്. പണ്ട് ചെറുപ്പത്തിൽ കൊച്ചനായിരിക്കുമ്പോൾ വീട്ടിൽ ചെന്നപ്പം ആ മോർണിംഗ് സ്റ്റാർ ബസ്സിൻ്റെ ഉടമ പറഞ്ഞ കഥയാണ് ഞാനീ പറയുന്നത്. ഏതാ, അവരിപ്പോഴും ഉണ്ട് അവിടെ. ഈ പാറേപ്പള്ളിയിൽ വെച്ചൊരു ക്രിസ്ത്യാനി വിശ്വാസി എന്തു ചെയ്തു, ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ആ പാറേപ്പള്ളി കൊണ്ട് നേർച്ചയിട്ടിട്ട് പോയി. അത്രയുള്ള സംഭവം. ഉടനെ വേറൊരാൾ പറഞ്ഞു, ഇതേണ്ട അവിടെ പോയി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അവിടെ പള്ളി നേർച്ചയിട്ടുകൊണ്ടാണ് പിന്നെ വണ്ടി ഓടാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു. പിന്നെ പോകുന്നതിനും വരുന്നതിനും എല്ലാം അവിടെ നേർച്ചിടാൻ തുടങ്ങി. പിന്നെ ആ പെട്ടി അങ്ങ് വിശാലമായി. ഏതാ, 1.5 അടി പെട്ടി പിന്നീട് 9 അടി നീളത്തിൽ കാണിക്കപ്പെട്ടിയായിട്ട് മാറ്റി. അത് പോട്ടെ, സാരമില്ല. ഇപ്പുറത്തൊരു വേറൊരു പള്ളിയുണ്ട്. ചങ്ങനാശ്ശേരി കറുകച്ചാൽ റൂട്ടിൽ തന്നെ അടുത്തൊരു വേറൊരു പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. 2 കിലോമീറ്ററേ ഉള്ളൂ. പാറേപ്പള്ളിയിൽ മാതാവും പിന്നെ ഇപ്പുറത്ത് ഔസപിതാവുമാണ്. ഈ പാറേപ്പള്ളിയിൽ പിന്നീട് അവർ ലെവലാക്കിയിട്ട് കയറിപ്പോവാം. ഈ നേർച്ചക്കുറ്റിയൊക്കെ താഴെയാണ്. വേരൂർ പള്ളി 2 കിലോമീറ്റർ കൂടെ പോയി കറുകച്ചാലിന് പോകുന്ന റൂട്ടിൽ വേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയിൽ സ്റ്റെപ്പ് കയറി അങ്ങ് പോകണം. അവിടെ പണ്ട് കാലത്തെ പോലെ ഈ ഒരു കുറ്റി നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെ അത്യാഗ്രഹമുള്ള കാലമല്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കപ്പ്യാറുണ്ട്, പാറേപ്പള്ളി ഒരു കപ്പ്യാറുണ്ട്. ഇത് ബിഷപ്പ് പറഞ്ഞ കഥയാണ് കേട്ടോ. എനിക്ക് മുമ്പിലത്തെ ഓപ്പറേഷൻ ഞങ്ങളുടെ മെത്രാച്ചൻ പറഞ്ഞ കഥയാണ്. അപ്പോൾ പാറേപ്പള്ളി അങ്ങ് ഭയങ്കര പ്രസിദ്ധമായി. അവിടെ 2-3 പ്രാവശ്യം കാണിക്ക വഞ്ചി അങ്ങ് നിറയും. ഈ ചിലർ നിർത്താതെ എറിഞ്ഞിട്ട് പോകുന്നതെല്ലാം ഇങ്ങനെ റോഡിലൊക്കെ വീഴും. അപ്പോൾ കപ്പ്യാർ നേർച്ചപ്പെട്ടിയിലെ കാശെല്ലാം ഇടയ്ക്ക് ഈ വഴിയ കിടക്കുന്നതിൻ്റെ കുറച്ചെടുത്ത് പോക്കറ്റിലിടും. വേരൂർ പള്ളി ഔസാപിതാവിൻ്റെ പള്ളിയിൽ ഈ കപ്പ്യാരെന്ത് ചെയ്യും, അവിടെ ഒന്നും ആരും വരുത്തുമില്ല, നേർച്ചെടുത്തുമില്ല. എന്നാൽ രാത്രി 2 പേരും ഒന്നിച്ചാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ പാറേപ്പള്ളിയിലെ കപ്പ്യാർ വേരൂർ പള്ളിയിലെ കപ്പ്യാരെ കണ്ടിട്ട് ഒന്നിച്ച് കള്ളുഷാപ്പിൽ കയറി കള്ളും കുടിച്ച് കപ്പ്യാർ ചെക്കുന്നിട്ട് പോകും. പുള്ളിക്ക് ഇത് വലിയ ദുഃഖമായി. പുള്ളിക്കാരൻ വേരൂർ പള്ളിയിലെ ഔസപിതാവില്ലേ അപ്പൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പുള്ളി പരാതി പറയുക. പിതാവ് വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ നിന്നോ, ഭാര്യ അപ്പുറത്ത് കാശ് വാരുക. ഓക്കെ, വിഷമം കൊണ്ട് കപ്പ്യാർ പറയുകയാണ്, ഔസപിതാവിനോട് പറയാം, പിതാവ് ഇവിടെ വടിയും കുത്തിപ്പിടിച്ച് നിന്നോ, ഭാര്യ അപ്പുറത്ത് ഇഷ്ടം പോലെ കാശ് വാരുക. അപ്പം ഇങ്ങനെയാണ് മനുഷ്യൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അവരെല്ലാം അറിയുന്നുണ്ട്.
കർത്താവിൻ്റെ അമ്മയായ മറിയം, വിശുദ്ധ മറിയം, അവർ പരിശുദ്ധിയായ ജീവിച്ചു, നല്ല രീതിയിൽ ജീവിച്ച് നിത്യ സിംഹാസനത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന അവരെ വിറ്റുള്ള കാശുണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ഈ മതങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്ന് ബൈബിൾ പറഞ്ഞിട്ട് പോലും ക്രിസ്തു മതക്കാർ പോലും വിഗ്രഹം ഉണ്ടാക്കുന്നു. പിന്നെ വല്ലവരും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അസ്ത്രമസ് ദേവിയുടെ വിഗ്രഹത്തെ ഉണ്ടാക്കിയ തട്ടാൻ ദെമോത്രിയസിന് ഇഷ്ടം പോലെ കാശ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സത്യദൈവത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഈ അഥേന എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ അഥേന എന്ന് പറയുന്ന സ്ഥലം എവിടെയെന്ന് അറിയാമോ? പൗലോസ് അപ്പോസ്തലൻ മിഷണറി യാത്ര നമുക്ക് നോക്കുമ്പോൾ മാക്സിമം എത്തിയത് ഇറ്റാലി, റോമിലാണ്. റോം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ അതിർത്തിയാണ്. യൂറോപ്പിൻ്റെ അങ്ങേ അതിർത്തിയിലാണ്. അവിടം വരെയും പൗലോസ് സുവിശേഷം അറിയിക്കാൻ പോയി. അപ്പോൾ റോം, ഇറ്റലി, പിന്നെ ഇങ്ങോട്ട് വരും തെസ്സലോനിക്ക, അങ്ങനെ കുറേ ബെറോവ സ്ഥലങ്ങൾ, ഇവിടെ എല്ലാം പൗലോസ് അങ്ങനെ അറിയിച്ചിട്ട് വന്നു. അതിൻ്റെ ഇപ്പുറത്താണ് തുർക്കി. ആ തുർക്കി പ്രദേശങ്ങളാണ് മാസിഡോണിയ. ഇതെല്ലാം യൂറോപ്പിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്, യൂറോപ്പ് ഏഷ്യയും. അപ്പോൾ ആ മാസിഡോണിയ പ്രദേശങ്ങളിൽ അവിടെ സുവിശേഷമെല്ലാം അറിയിച്ചിട്ട് വന്ന് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ എഫസോസ്, ഗലാത്യ, പമ്പുല്യ, പിന്നെ അവിടെ നിന്നാണ് പിന്നെ തുടക്കം ഇവിടുന്നാണ്. യെരുശലേം വിട്ട് തൻ്റെ യാത്രയുടെ ആരംഭം അന്ത്യോക്യ എന്ന് പറയുന്ന തുറമുഖ പട്ടണമാണ്. പൗലോസിൻ്റെ യാത്ര അന്ത്യോക്യ തുറമുഖ പട്ടണം, പിന്നെ കൈസറിയ, യെരുശലേമിന് തൊട്ടടുത്ത സ്ഥലമാണ് കൈസറിയ, അത് തുറമുഖമാണ്. അപ്പോൾ കൈസറിയ നിന്നാണ് താൻ ആദ്യം യാത്ര ചെയ്തത്. പിന്നീട് അന്ത്യോക്യയിൽ നിന്ന് അന്ത്യോക്യ, കൈസറിയ, സോർ എന്ന് പറയുന്ന രാജ്യം, ഇതെല്ലാം അന്നത്തെ തുറമുഖ പട്ടണമാണ്. അവിടെ നിന്നാണ് പൗലോസ് കപ്പൽ കയറി ഈ പറഞ്ഞ ഏഷ്യയിലേക്ക് പോയി പല രാജ്യങ്ങൾ സന്ദർശിച്ച് അവസാനം ഈ മാസിഡോണിയ, ഗ്രീസും മാസിഡോണിയ, ഇതെല്ലാം ഈ പറഞ്ഞ യൂറോപ്പിനുടെ അവസാനത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ലാസ്റ്റ് താൻ റോമിൽ വരെയും സുവിശേഷം അറിയിച്ചു. അപ്പോൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം മനുഷ്യർ ഈ പറഞ്ഞ പോലെ പല അന്ധവിശ്വാസങ്ങൾക്ക്, അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റമല്ലല്ലോ, ആ കാലത്തിൽ അവരൊക്കെ വിശ്വസിച്ചു. പക്ഷേ സത്യദൈവത്തെക്കുറിച്ചും ആത്മാവിശ്വസത്തിൽ ആരാധിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ജനങ്ങളെക്കാൾ ഒരു കച്ചവടം നടത്തുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ. രാഷ്ട്രീയ കച്ചവടം, അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ജനം നന്നാകുന്നതിൻ്റെ അല്ല, അവരുടെ ലാഭം പോയി പോകും. വായിച്ചേ ദെമോത്രിയോസ്. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്ത് ദേവന്മാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നു. പിന്നെ അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുകയല്ലാതെ അർത്തമിസ് ദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും സത്യം വരുമ്പോൾ വ്യാജം പൊളിഞ്ഞു പോകും. അപ്പോൾ ഈ പ്രചരണം ഇപ്പോൾ അർത്തമിസ് ദെമോത്രിയസ് നടത്തുന്നതിൻ്റെ കാരണം ഈ ദൈവങ്ങളോടുള്ള പ്രീതി കൊണ്ടല്ല, തൻ്റെ ലാഭം പോയി പോകും. മനുഷ്യൻ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആഭിചാരം, മന്ത്രം, കൂടോത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കള്ളപൂജാരികൾ, കള്ളപ്രവാചകന്മാർ, കള്ളപുരോഹിതന്മാർ, ഇവരുടെ എല്ലാം പണി പോകും. അതുകൊണ്ടാണ് സമൂഹത്തെ കള്ള രാഷ്ട്രീയക്കാർ, കള്ളമന്ത്രിമാർ, കള്ള നേതാക്കന്മാർ, ഇവന്മാരെല്ലാം പണിയെടുത്ത് വീട്ടിൽ പോയിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യരെ, ഇഗ്നോറൻ്റായ മനുഷ്യരെ ഈ മതവും രാഷ്ട്രീയവും പറഞ്ഞ് മനുഷ്യനെ ഇളക്കുന്നത്. ഇന്നും കുറേ ബോധവാന്മാരായി വരികയല്ലേ, അത് മാറും. അടുത്ത വായിക്കാം. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫെസ്യരുടെ അർത്തമിസ് ദേവി എന്ന ആർത്തു പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. നോക്കണം, പൗലോസ് എതിരായിട്ടൊന്നും പറഞ്ഞില്ല. പൗലോസ് ജീവനുള്ള ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ചപ്പോൾ ഈ പറഞ്ഞ പാർട്ടികളാണ് ജനങ്ങളെ എതിർക്കാൻ തുടങ്ങി, ജനങ്ങളെ ഇളക്കി വിട്ടത്. കാരണം ജനം ഒരുപക്ഷെ ഇത് കേട്ട് സത്യദൈവത്തിലേക്ക് തിരിഞ്ഞേനെ. പക്ഷെ ഇവരുടെ ലാഭത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? ഇവരെ ഇളക്കി വിടാൻ തുടങ്ങി. അപ്പോൾ ആ ദേശത്തിലെ ഗില്ലിയോ എന്ന് പറഞ്ഞ അധിപൻ, വായിച്ച് 25-ാം വാക്യം വായിച്ച്, 19-25 അത് 28 വായിച്ചേ. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്ത്രക്കോറോസ് എന്ന മക്കദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. നോക്കണം, മനുഷ്യന്റെ വെറി നോക്കി. ഈ ആവശ്യമില്ലാത്ത മതവെറികൾ, രാഷ്ട്രീയ വെറികൾ മനുഷ്യരിങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് ടീച്ചിങ് കൊടുത്ത് അവരെ വഷളാക്കിയല്ലേ. മതങ്ങൾ ചെയ്യുന്നതല്ലേ, രാഷ്ട്രീയം ചെയ്യുന്നതല്ലേ. ഇത് തിരിച്ചറിയണം പ്രിയരെ. ഇവരുടെ ഈ നേതാക്കന്മാർ പലരും അവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്ത പണികളാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം വേണ്ട, സംസ്കാരം വേണ്ട, അവരെന്നും അടിമകളായി കഴിഞ്ഞു കൂടണം. ഇന്ത്യയിലെയും ഒരു കൂട്ടർ അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്. കേരളത്തിൽ പിന്നെ അത്രത്തോളം സക്സസ് ആകുന്നില്ല, കാരണം കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടെ തിരിച്ചറിവുള്ളവരാണ്. എന്നാലും കണ്ടില്ലേ, ജാതി മതം പറയുമ്പോൾ ഒരു കൂട്ടരം കളയുക, ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി മനുഷ്യകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താട്ട് വായിക്കാം. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറെ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാർ ആകയാൽ
രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവന്റെ അടുക്കൽ ആളയച്ചു അപേക്ഷിച്ചു. ജനസംഘം കലക്കത്തിലായി മിക്കവരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. നോക്കണം, ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു, ഈ ബഹളം കാണുമ്പോൾ ഇളക്കം ഭയങ്കര സ്പിരിറ്റ് കയറും. ചുമ്മാ കിടന്ന് ബഹളമുണ്ട്, എന്തോ കാര്യമൊന്നും അറിയത്തില്ല. ഇതെല്ലാം കഴിയുമ്പോഴാണ് കാര്യം അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടർ വേറെ ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. ഇത് ഇന്നത്തെ കാലം മാത്രമല്ല, എല്ലാ കാലത്തും ഇതേ സ്പിരിറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. വായിക്കാം. യഹൂദന്മാർ മുൻപോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സാണ്ടറിന്റെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ. അലക്സാണ്ടർ ആരാ? ആ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാ. അപ്പോൾ അയാളെ മുന്നിൽ കൊണ്ടുവന്ന് വിഷയം പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് പറയാൻ പറഞ്ഞപ്പോൾ അയാൾ യഹൂദനാണ്. ഉടനെ ജാതി കയറി പിടിച്ചു. നോക്കണം, പിന്നെ യഹൂദനാണ്, നമ്മുടെ പാർട്ടിയല്ല. അവിടെ കൈവെക്കാൻ തുടങ്ങി. വായിക്കാം. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിവാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദൻ എന്ന് അറിഞ്ഞപ്പോൾ എഫീസരുടെ ആർത്തമിസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി, കാരണം യഹൂദന്മാർ വിഗ്രഹങ്ങളെ സേവിക്കത്തില്ല. യഹൂദന്മാർ അന്യദൈവങ്ങളെ, വിഗ്രഹങ്ങളെ, ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നുള്ള അറിവുള്ളതുകൊണ്ട് ആ അറിവിലാണ്. അവർ കുറ്റം ചെയ്തിട്ടല്ല. നോക്കണം, ഉടനെ അതിന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും കൂടി 2 മണി നേരത്തോളം ഏക ശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ, നമ്മൾ ആത്മാവിൽ 10 മിനിറ്റ് ആരാധിച്ചാൽ ഇവന്മാർ കംപ്ലൈൻ്റ് ആണ്. പ്രശാന്തോ, നമ്മളൊക്കെ ആത്മാവിനൊന്ന് ആരാധിച്ച് സന്തോഷിച്ചാൽ ആർക്കും ദോഷമില്ലാതെ ആരാധിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇത് 2 മണിക്കൂർ കിടന്ന്, ഇത് ക്ലബ്ബിൽ കിടന്ന്, റിസോർട്ടിൽ കിടന്ന്, അവിടെ കിടന്ന് ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കി രാത്രി മുഴുവൻ വെള്ളം ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ളതായ വേർകൃത്യങ്ങൾ ആണല്ലോ പടം നടക്കുന്നത്. വായിച്ചേ. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫീസ് പുരുഷന്മാരെ. നോക്കണം, ഈ പട്ടളം മേധാൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ചെയർമാൻ എന്നാണ് കേട്ടോ. ആ ദേശത്തിലെ മുനിസിപ്പൽ ചെയർമാൻ, നോക്കണം, യോഗ്യനായൊരു മനുഷ്യനാണ്. അയാൾ മുന്നോട്ട് വന്ന്, അയാൾക്ക് ജാതിയില്ല, മതവും ഇല്ല, അന്യ ആരാധന ഇല്ലാത്തൊരു നേർമ്മയുള്ളൊരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി വന്ന് എന്ത് ചെയ്തു? വായിച്ചേ. എഫീസ് പുരുഷന്മാരെ, എഫെസോസ് പട്ടണം അർത്തമിസ് മഹാദേവിക്കും ധോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്നറിയാത്ത മനുഷ്യനാർ. ഇത് എതിർമൊഴി ഇല്ലാത്തതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കും. ഇങ്ങനെ ജനത്തെ കാര്യങ്ങൾ പറഞ്ഞ് അമർത്തി സമാധാനം ഉണ്ടാക്കുന്ന നേതാക്കന്മാരാണ് ഇന്ത്യയ്ക്കും അല്ലെങ്കിൽ കേരളത്തിനും ലോകത്തിനും ആവശ്യം. ഇത് തന്നെയാണ് സഭകളിലും പുരോഹിതന്മാരും പൂജാരികളും പാഷന്മാരും ഇതേ മെതേഡിൽ പോയില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ജനങ്ങൾ തെരുവിലിട്ടടിക്കുന്ന കാലം വരും. ഇല്ലെങ്കിൽ എതിർ ക്രിസ്തു വരും, അവനൊക്കെ ഇഷ്ട വരപ്പിക്കും. നിങ്ങളെ അവൻ തന്നെ വരപ്പിക്കും. അവന് ജാതി മതമൊന്നുമില്ല, അവൻ വേറൊരു സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു. നമ്മൾ കാത്തിരിക്കാം. താട്ട് വായിക്കാം. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവി. അപ്പോൾ അയാൾ ന്യായം പറയുന്നു, അന്യായം കാണിക്കുന്നില്ല. അയാൾ ക്ഷേത്രം കവർ ചെയ്യുന്നില്ല, പിന്നെ നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമേത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്ക് കൃത്യമായിട്ടുള്ള പറയുന്നു, മനസ്സിലാവുന്നു. അയാൾ മതം മാറ്റാൻ വന്നവരല്ല, പിന്നെ കച്ചവടത്തിന് അല്ലെങ്കിൽ കടത്താൻ വന്നവരല്ല. കൃത്യമായിട്ടുള്ള ആലോചനയല്ലേ പറയുന്നത്. ഇത് ദെമേത്രിയോസിൻ്റെ പണിയാണ്. നിങ്ങൾ വെറുതെ അവൻ്റെ കൂടെ പോയി അവൻ കാശുണ്ടാക്കിക്കൊണ്ട് പോകും, നിങ്ങൾ വെറുതെ ബലിയാടാകുകയും ചെയ്യും. രാഷ്ട്രീയ നേതാക്കന്മാർ പലരും പിള്ളേരെ വിദേശത്ത് വിട്ട് അവരെ അവിടെ സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോൾ ഇവിടെ കുറേ പൊട്ടന്മാർ കുത്തു വാങ്ങിക്കാൻ തല്ലാനും ഇവിടെ കിടന്ന് ഏറുണ്ടാക്കാനും നടക്കുക. കാരണം അവർക്കറിയാം ഈ വിവരമില്ലാത്ത മനുഷ്യരെ കൊണ്ട് മാത്രമേ ചൂഷണം ചെയ്യാനൊക്കത്തുള്ളൂ. അവരവരുടെ മക്കളെ കൊണ്ടുപോയി വിദേശത്തുകൊണ്ട് പഠിപ്പിച്ച് അവിടെ സേഫാക്കുകയും. വായിക്കാം. എന്നാൽ ദെമേത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെല്ലാം നീതി ന്യായങ്ങൾ കോടതി എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ പലതും ഇപ്പോൾ തലയിരിഞ്ഞു കൊടുക്കുക. അതിൽ വേറെ രസം, ഈ നീതി നടത്തേണ്ടവന്മാർ പോലും ഈ മതവെറിയും കൊണ്ട് നടക്കുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രീയ വെറിയും കൊണ്ട് നടക്കുന്നവരാണ്. പിന്നെ എന്ത് ചെയ്യാൻ നോക്കും? എല്ലാവരും അല്ല, ചിലർ. പക്ഷേ ഈ നീതിയുള്ളതായ ഈ മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയുന്നു, ഇത് അവൻ്റെ പണിയല്ല. അവൻ ഇളക്കി നിങ്ങളെന്തിനാ അതിൻ്റെ കുറേ ഉളകാൻ നടക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ. അല്ല, ഇവരെന്താ അന്യായം ചെയ്തത്? ഇവർ ഈ ദേവിക്കെതിരായിട്ട് പ്രസംഗിച്ചില്ല, വേറെ ക്ഷേത്രം കവർ ചെയ്തില്ല, യാതൊരു അന്യായം ചെയ്യാത്ത ഈ മനുഷ്യരെ നിങ്ങളിപ്പോൾ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് മേളിൽ ചോദ്യം വരും. ചക്രവർത്തി തിരുമനസ് അവിടുന്ന് ചോദിക്കും. വായിക്കാം. ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്, ദേശാധിപതികളും ഉണ്ട്, തമ്മിൽ വ്യവഹരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലി ആകുന്നു വാദമെങ്കിൽ ധർമ്മസമയം. ഇനി അതിന് മേളിലുണ്ടല്ലോ, ഇനി എത്രയോ സഭകളുണ്ട്. അവിടെ പോയി വാദിച്ചിട്ട് കാര്യം തീർക്കുക. അല്ല ഇവിടെ കിടന്ന് വാളും കുന്തം എടുത്തുകൊണ്ട് ബഹളം ഉണ്ടാക്കി നടത്താൻ പോയാൽ മേളിലൊരാൾ ഇരിപ്പുണ്ട്. UK നയനാർ പറഞ്ഞ ഒരു ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ മേപ്പാടത്തിരിക്കുമ്പോഴാണ് UK നയനാർ ഇങ്ങനെ പ്രസ്താവിച്ച് മേളിലൊരുത്തനുണ്ടെന്ന് ഓർത്തോണം കേട്ടോ. ഇന്ന് ഈ കളിയെല്ലാം കഴിഞ്ഞ് അവൻ്റെ മുമ്പാകെ നിൽക്കും.
അവരെഴുന്നേറ്റാൽ പിന്നീട് സംഗതി വേറെയാണ്. ഗ്രഹാം സ്റ്റൈൽസിനെയും പിള്ളേരെയും ചുട്ട് കഴിഞ്ഞപ്പോൾ ഒറീസായിൽ ഭയങ്കര കൊടുങ്കാറ്റടിച്ചില്ലയോ? 10,000-കണക്കിന് മനുഷ്യരാണ് അവിടെ ചത്തുപോയത്. അത് നാച്ചുറൽ കലാമിറ്റി ആയിരിക്കാം. പക്ഷേ അവിടുത്തെ പൂജാരികൾ, ഹിന്ദു പൂജാരികൾ മന്ത്രം അല്ലെങ്കിൽ അതിൻ്റെ പൂജ നടത്തിയിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ കോപമാണ്. ആ നിരപരാധികളെ ചുട്ട് കൊന്നതിന് ഇതാണെന്ന് പൂജാരികൾ പറഞ്ഞ് ഞാൻ വായിച്ചത് കേട്ടോ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കോപമാണ് ഒറീസയിലുണ്ടായെന്ന് ഞാൻ വായിച്ചു. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം മേളിൽ ഒരാൾ ഇരിപ്പുണ്ട്. അന്യായങ്ങൾ ചെയ്യുന്ന ആരാണെങ്കിലും ശരി, ഒരു കാര്യം ഓർത്ത്, ജനങ്ങളെ ദെമോത്രിയസിനെ പോലെ ഇളക്കി വിടുന്ന പുരോഹിതന്മാരെ, പൂജാരികളെ, രാഷ്ട്രീയക്കാരെ, ഉസ്താദുമാരെ ഓർത്തോണം. നിന്നെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസം വരും. മേളിൽ നിന്ന് ന്യായവിധി വരും. ഇവിടുന്ന് വന്നില്ലെങ്കിൽ മേളിൽ നിന്ന് ന്യായവിധി വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം രാഷ്ട്രീയം കളിക്കാൻ, സഭ നടത്താൻ, സംഘടന നടത്താൻ, മതം വളർത്താൻ. വായിക്കാം. വേറെ കാര്യം ചൊല്ലിയാകുന്ന വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായികയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം. ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വക ഒന്നുമില്ലല്ലോ. അപ്പം ഇതിനെല്ലാം കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ, ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. ഇന്ന് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്, ആൾബലമുണ്ട്, വാളും കുന്തമുണ്ടെന്ന് വെച്ചുകൊണ്ട് നീയൊക്കെ ചെയ്യാൻ പോയാൽ നാളെ സൃഷ്ടികർത്താവ് കണക്കി ചോദിക്കുന്ന ദിവസം നിനക്ക് നേരെ നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഏത് ജാതി മതഭാഷക്കാരായാലും ശരി, അന്യായത്തിന് കൂട്ടു നിൽക്കരുത്. കാര്യങ്ങൾ ഗ്രഹിക്കുക, തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കുക. കേൾക്കുന്നതിന് മുമ്പ് ഇറങ്ങി പുറപ്പെട്ടൊരുത്തിനും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അത് തമ്മിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, ഇതായാലും ശരി. അതിന് വിസ്താര സഭയുണ്ടല്ലോ, വിസ്തരിക്കട്ടെ. നിങ്ങൾ തെരുവ് കിടന്ന് അടിയുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഈ മുനിസിപ്പൽ ചെയർമാൻ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നാളെ ചോദ്യം വരും കേട്ടോ. നാളെ ഇത് അന്നത്തെ മനുഷ്യന് പോലും ആ വെളിപ്പാടുണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആരാ? ഗല്ലിയോൻ. 12-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 18:12 വായിച്ചേ. ഗല്ലിയോൻ അഖായിൽ ദേശാധിപതിയായി വാഴും. അത് അഖായ ദേശം. അഖായ ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തുർക്കി, ഏഷ്യ മൈനറും യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലും ചേർന്നൊരു സ്ഥലങ്ങളാണ്. അത് വേറെ സ്ഥലമാണ് അഖായ. അഖായ ദേശത്തിലെ അധിപൻ, ആ സംസ്ഥാന മുഖ്യമന്ത്രി, അഖായ ദേശത്തിലെ മുഖ്യമന്ത്രിയാണ് ഗല്ലിയോൻ. ഈ പേര് മറക്കണ്ട കേട്ടോ. ഇത് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കേ. രാഷ്ട്രീയക്കാർ ഈ പേര് മറക്കരുത്. നിങ്ങൾ രാഷ്ട്രീയത്തിലെ നേതാവോ, ജനറൽ സെക്രട്ടറിയോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയോ, പ്രസിഡൻറ്റോ ആരും ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവോ, മന്ത്രിയോ, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കരുത്. ലാസ്റ്റ് ചോദ്യം വരുന്നൊരു ദിവസമുണ്ട്, കണക്ക് കൊടുക്കേണ്ടൊരു ദിവസം വരും. ആ കണക്ക് കൊടുക്കുമ്പോൾ നിൻ്റെ ചങ്കെടുത്ത് പിടയ്ക്കാനിടയാകരുത്. അത് മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും. വായിക്കാം. ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു. അവനെ ന്യായാസനത്തിന്റെ മുൻപാകെ കൊണ്ടുചെന്നു, ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് വായി തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരോട്, ഇത് ആരാ? പുറജാതികളായ മനുഷ്യരല്ല, അന്യജാതിക്കാരല്ല, യഹൂദന്മാർ. നോക്കണം, വിഗ്രഹങ്ങൾ ഇവിടെ വിഗ്രഹമല്ല വിഷയം. ഈ ന്യായപ്രമാണത്തിൽ നിന്നൊരു സത്യദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കണം. യേശുക്രിസ്തുവാണ് ദൈവപുത്രൻ. അവൻ കാണിച്ചെന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ആരാധനയെപ്പറ്റി പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഇവിടെ ഇതാ വേറൊരു കൂട്ടർ. അതാരാ? യഹൂദന്മാർ തന്നെ, ക്രിസ്ത്യാനികൾ തന്നെ, ക്രിസ്തുമതക്കാർ തന്നെ ഒരു കാലത്തിൽ ഈ പെന്തിക്കോസ്റ്റ് ആരാധനയെ എതിർത്തവരില്ലേ? എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതില്ലേ? അങ്ങനെ എത്രയോ പേരെ. അത് ഹിന്ദുക്കളല്ലല്ലോ, ക്രിസ്തുമതക്കാരാണ്. അവർക്കറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ, അറിയാതെയാണ്. പിന്നീട് എൻ്റെ അപ്പനുമൊക്കെ വിശ്വാസി വന്നു, കണ്ണു തുറന്നപ്പോൾ. വായിക്കാം. യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. നോക്കണം, ഗല്ലിയോൻ എന്താ പറഞ്ഞേ? നിഷ്പക്ഷമായിട്ട് അവൻ പറയുകയായിരുന്നു. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പ് വേണ്ടേ? എടോ, സത്യദൈവത്തെ ആരാധിക്കണം, നീതിയുള്ളവനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ല നീൻ്റെ പാട്ടിന് പോകും എന്നാണ് നേതാവ് പറയുന്നത്. അല്ലാതെ ഇളക്കി വിട്ടുകൊണ്ട് ജനങ്ങളെ പ്രശ്നമുണ്ടാക്കി കൊണ്ടുപോകുന്ന നേതാക്കന്മാരാണ് ഇന്ന് നമ്മുടെ ചുറ്റിൽ കാണുന്നത്. ഇല്ലാത്ത വിഷയത്തിന് ഇളക്കി പെരുപ്പുണ്ടാക്കി അവനവൻ്റെ പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കണം. അടുത്ത ഇലക്ഷന് ഒരു 10 പേരെ കൂട്ടിയിട്ട് പിന്നെയും കസേരയിൽ കയറിയിരുന്നുകൊണ്ടും ജനത്തിന് അന്യായം കാണിക്കണം. ഇതല്ലേ കാട്ടായങ്ങൾ? വായിക്കാം. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്ക സംഗതികൾ എങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ.
ഈ വകയ്ക്ക് ന്യായാധിപതി ഇനി മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കരുത്. മതത്തെ മതത്തിൻ്റെ പേര് വിട്ടിട്ട് പറയണം അത് നിങ്ങൾ കൈകാര്യം ഇവിടെ ചെയ്യാത്തതിനെല്ലാം ഗവൺമെൻറ് ശിക്ഷിക്കണം. അപ്പോൾ ഒരു പക്ഷത്തേക്ക് പോകരുത്. മനസ്സിലാവുന്നു? ഇത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇളക്കി പെരുമ്പി രാഷ്ട്രത്തിലെ സമാധാനം കെടുത്തുന്നതിനെയൊക്കെ പൊക്കണം. അടുത്ത് വായിക്കാം. ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല. നിൻ്റെയൊക്കെ തോന്നിവാസത്തിനും നിൻ്റെയൊക്കെ ന്യായമില്ലാത്ത കാര്യത്തിനും ന്യായാധിപതി എനിക്ക് മനസ്സില്ലെന്ന് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും നേതാക്കന്മാരും ബിഷപ്പുമാരും ഒക്കെ പറയണം. വലിയ ഭാഷന്മാരും ഒക്കെ പറയണം. ആവശ്യമില്ലാത്തതിന് കൂട്ടുനിൽക്കാൻ എനിക്ക് മനസ്സില്ല. ഗില്ലിയോനെ പോലെയുള്ളതായ ചങ്കൂറ്റം നേതാക്കന്മാർക്കുണ്ടായെങ്കിൽ മാത്രമേ രാജ്യം നന്നാകത്തുള്ളൂ. വായിക്കാം. അവരെ ന്യായാസനത്തെങ്കിൽ നിന്നും പുറത്താക്കി എല്ലാവരും പള്ളി പ്രമാണിയായ സെസ്തോനോസിനെ പിടിച്ച് എന്നിട്ട് ആ വൈരാഗ്യത്തിന് എന്ത് ചെയ്തു? ഈ വൈരാഗ്യത്തിന് ഇവരെ പ്രസംഗിക്കാൻ അനുവദിച്ചെന്ന് വെച്ചുകൊണ്ട് പള്ളിപ്രമാണിയായ എല്ലാവരും പള്ളി പ്രമാണിയായ സോസ്താനോസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു. എന്തിനാ? ഗില്ലിയോന് ഇടപെടണം. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഗില്ലിയോൻ ഇളകില്ല. വായിക്കാം. ഒന്നും തന്നെ ഗില്ലിയോൻ കൂട്ടാക്കിയില്ല. അപ്പൊ രണ്ടുപേരുടെ ഓർമ്മയിരിക്കണം. ഒന്ന് അഥേന ദേശത്തെ, അഥേനയാണോ ആ മുനിസിപ്പൽ ചെയർമാൻ, അഗായ ദേശത്തിലെ ഗില്ലിയോൻ. മറ്റൊന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ യേശു ക്രിസ്തു നോക്കണം, എല്ലാവറ്റിനും മേളിൽ ശത്രുക്കളെ സ്നേഹിക്കുക, ഉദ്ധരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. പ്രിയ പെന്തിക്കോസുകാരെ പാസ്റ്റർമാരെ, നിങ്ങൾ നീതിയുള്ള വിധിയെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോ നിങ്ങളുടെ സംഘടനയെ ചേർന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ പാനലിനെ വിജയിപ്പിക്കുന്നവരുടെ കൂടെ എല്ലാം നിന്നാൽ നാളെ ഇതെല്ലാം ചോദ്യം. ഞാൻ എല്ലാ പെന്തിക്കോസിനും ചേർത്ത് പറയുകയാണ്. ഇവിടെ പിന്നെ അങ്ങനെയുള്ള പാനലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പ്രശ്നം. എന്നാലും ചില ഏഷണിയും ദൂഷണവും പരദൂഷണവും കേൾക്കുന്ന ചുരുക്കം ചിലരുണ്ട്. മനസ്സിലാവുന്നു? അത് ലാഭത്തിന് വേണ്ടി നിൽക്കുന്ന ചില വേലക്കാരുണ്ട്. ചുരുക്കം പേരേ ഉള്ളത്. ഇപ്പം ചുരുക്കം പേരേ ഉള്ളൂ ഈ ഇങ്ങനെയുള്ള കാട്ടകൾ കാണിക്കുന്നത്. അത് വിജയിക്കുന്നുമില്ല, അത് വേറെ വിഷയം. മേളിൽ ചെല്ലുമ്പോൾ എല്ലാം തട്ടിപ്പോവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊന്നും ആത്മീയ കാഴ്ചപ്പാട് സത്യത്തിന് വേണ്ടിയല്ല. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ ഇതുപോലെ ലാഭക്കച്ചവടത്തിന് വേണ്ടി നോക്കട്ടെ, തങ്ങളുടെ ലാഭം പോയി എന്ന് കണ്ടപ്പോൾ 16-19 അവരുടെ യജമാനൻ തങ്ങളുടെ ലാഭത്തിന്റെ ആശ ലാഭത്തിന്റെ ആശ പോയി എന്ന് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു. എന്തോ അവിടുത്തെ ലാഭം? ആഭിചാരം, മന്ത്രവാദം. ഇത്രയും കാലമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കയറിയിട്ട് പോലും ഇവർക്കിത് നിർത്താനായിട്ടില്ല. ഇതെല്ലാം വളരെയല്ലേ. പിന്നെ എന്തുവാണോ സോഷ്യലിസം പ്രസംഗിക്കുന്നത്? ഇവിടെ ആഭിചാരം, മന്ത്രവാദം ആവശ്യമില്ലാത്തെല്ലാം കൂടിക്കൂടി വരികയാണ്. മനസ്സിലാവും? അധികാരം കയ്യിലുണ്ടെങ്കിൽ ഏതിനെയും തിരിച്ചു മറിക്കാം. ഒരു ദിവസം കേൾക്കാം ഭക്തന്മാരെ കൊണ്ട് മണ്ണി കുഴിച്ചിട്ടു, അസ്ഥി കണ്ടെടുത്തു. 10 ദിവസം കഴിയുമ്പോൾ പറയുന്നു ഒന്നൊരു സംഭവമില്ല, അതൊക്കെ കള്ളത്തരമാണ്, പറഞ്ഞവനെ പിടിച്ചകത്തിടുക. ഇല്ലയോ? ഇതൊക്കെയല്ലേ ലോകത്ത് നടക്കുന്നത്. ഇങ്ങനെയുള്ള അധികാരികളും ഭരണകർത്താക്കന്മാരുള്ള ദേശം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അതുകൊണ്ട് ഇത് ഇനി വർദ്ധിക്കത്തേ ഉള്ളൂ. ഇത് വർദ്ധിച്ച് എൻ്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ സോതോമിനെ തീയിറക്കിയതുപോലെ ഈ ലോകം ന്യായവിധിയിലേക്ക് പോകാൻ പോവുകയാണ്. ഇതിന് കൂട്ടുനിന്ന ഭരണകർത്താക്കന്മാരെല്ലാം ദൈവം ശിക്ഷിക്കപ്പെടും. അതിന് കൂട്ടുനിന്ന പൂജാരിമാർ, പാസ്റ്റർമാർ, ഭരണാധികാരികൾ അല്ലെങ്കിൽ ഉസ്താദ് എല്ലാം ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക്, ക്രോധത്തിന് അതിന് വരാൻ പോകണം. അതാണ് ക്രോധാഗ്നി ലോകത്തിലേക്ക് വരാൻ പോകുന്നത്. അതാണ് മഹോദ്രവകാലം. ആ കാലത്തിൽ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും. 16-ാം അധ്യായത്തിലാണെന്ന് തോന്നില്ലയോ? ആ ക്രോധാഗ്നി ഈ ലോകത്തിന്മേൽ ചൊരിയുമ്പോൾ ഈ അന്യായം കാണിച്ചവനൊക്കെ മരിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ മരണം മാറിപ്പോകും, അനുഭവിച്ചേ തീരുള്ളൂ. ഈ അന്യായം കാണിക്കുന്ന സകല പുള്ളികളും ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ വെന്തരിഞ്ഞ്, ഒരു പാട്ടില്ലയോ അല്ലയോ, വെന്തരിഞ്ഞ് പോകരുതില്ലയോ, എന്തോ ചൂള പോലെ കത്തുന്ന ഇല്ല, അതിൻ്റെ വാക്യമുണ്ടല്ലോ മലാക്കിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. വായിച്ചേ 4-ാം അധ്യായം മലാക്കി 4-ന്റെ ചൂള കത്തിക്കും കേട്ടോ. ദൈവം തമ്പുരാൻ തന്നെ ഇതിനെ കത്തിക്കുന്നൊരു ദിവസം. സോദോമിനെയും ഗോമോറയും കത്തിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഇന്നും അത് തെളിവായിട്ട് കിടക്കുകയല്ലേ, ചാവുകടൽ. അത് 1000 വർഷ ഭരണത്തിൽ അതിന് മോശം ഉണ്ടാകത്തുള്ളൂ. 1000 വർഷ ഭരണത്തിൽ ആ ചാവുകടലിൽ വെള്ളം പത്യമാകും. യെരുശലേമിൽ നിന്നൊരു ഉറവ് വന്ന് അതിനെ പത്യമാകും എന്ന് പറഞ്ഞ പോലെ ഈ അന്യായം ചെയ്യുന്ന സകല രാജ്യങ്ങളിലെ ഭരണാധികാരികളും അവൻ്റെ സന്തതികളും അതുപോലെ ജനങ്ങളും കൂട്ടുനിൽക്കുന്നവരെല്ലാം ഈ ക്രോധാഗ്നിയിൽ വെന്തുപോവുകയാണ്. ഈ സത്യം പറഞ്ഞതിന് ശേഷം പിടിച്ച് ജയിലിലിട്ടാലോ
തലവെട്ടിയാൽ ഒരു കുഴപ്പമില്ല, നേരെ സ്വർഗത്തിൽ പോകാം. ഇനി അതിനുവേണ്ടി തന്നെ ജീവിക്കുക. അന്നും ഒന്നും ഇന്നും അത് തന്നെയാണ്. അതുകൊണ്ട് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. വായിക്കാം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും. പെന്തക്കോസ്തുകാരെ, നിങ്ങൾ ഓർത്തോണം, നാം ഈ ഭൂമിയിലുള്ളവരല്ല. ഇവിടെ കുസ്തി പിടിക്കാൻ നമുക്ക് അവകാശമില്ല. എൻ്റെ രാജ്യം ഐഹിയമല്ല. ഇവിടെ നമുക്ക് പൗരത്വമില്ല. ഇവിടെ നമ്മൾ പരദേശികളാണ്, അന്യരും പരദേശികളുമാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിലേക്ക് പോകാൻ നമ്മൾ ഒരുങ്ങിക്കുമോ? ഒരുപക്ഷെ ഇവർ നമ്മളെ തലവെട്ടി വിടും, ഇല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട് പോകാം. ഏതായാലും സംഭവിക്കും. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുക. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. തീർന്നില്ല, വായിച്ചേ. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ വണ്ണം ദഹിപ്പിച്ചു കളയുമെന്ന്. എങ്ങനെ ദഹിപ്പിക്കുന്നത്? യവന്മാർ കണ്ടുപിടിച്ച ആറ്റം ബോംബുകളാ, അല്ലാതെ ദൈവം തമ്പുരാൻ അവിടെ നിന്നും ഇറക്കുന്നില്ല. അതാണ് 2 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നതാ, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകും. എലമെന്റ്സ് ആർ ബേൺ അവേ. ആറ്റം, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ചേർന്നതായ ബോംബുകൾ. ഇതെല്ലാ രാജ്യങ്ങളും അണുബോംബുകൾ വെച്ചിരിക്കുകയാണ്. അവസാനം ഇവരൊക്കെ കയറി പാകിസ്ഥാൻ ഇന്ത്യയുടെ മേലോട്, ഇന്ത്യ അപ്പുറത്തിടും, അവിടെ ഇവരിടും. എല്ലായിടത്തും ഒരു കത്തലുണ്ടാകുമ്പോൾ വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകി ഇവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം അവനെയൊക്കെ തലയ്ക്ക് തന്നെ വീഴുകയും ചെയ്യും. വായിക്കാം. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതാകയാൽ ആകാശം ചുട്ടൊഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവും കാത്തിരുന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും. നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കോണം. ലോകമനുഷ്യ പോലെ നടന്നോട്ടെ, ഇതൊന്നും തലയ്ക്കകത്ത് കയറ്റരുത്. അന്യായങ്ങൾ കാണിക്കാൻ പോകരുത്. ആരോട് കടപ്പെട്ട് ജീവിക്കരുത്. വേഗം വരുന്ന യേശുവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ലോകം ന്യായവിധിയിലേക്ക് നീങ്ങുന്ന കാലം, അവൻ്റെ ക്രോധാഗ്നിയിൽ. അപ്പോൾ കുറച്ചൊന്ന് പാടിക്കുകയും. ദൈവകോപയിൽ നീയും ബന്ധരിഞ്ഞു പകരുതേ, നിത്യാജീവൻ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ഒരു നാളുണ്ടേ ഭീകരമതു വന്നിടും, ആരു നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടൊഴിയുമ്പോൾ, ആരവിടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടൊഴിയുമ്പോൾ. ക്രോധത്തിൽ നീയും വെന്തരിഞ്ഞു പോകരുതേ, നിത്യാദിയിൽ വീഴരുതേ, നിത്യാദിയിൽ വീഴരുതേ. ദൈവകോപത്തിൽ നീയും വെന്തരിഞ്ഞു നിത്യാദിയിൽ വീഴരുതേ, നിത്യാദിയിൽ വീഴരുതേ. തീയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാദിയിൽ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വളരെ ദൈവഭയത്തോട് ജീവിപ്പാൻ കൃപ വരുന്നതിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കുക. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സത്യത്തിൽ